നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാം. ഞാൻ ലാസ്റ്റ് ദിവസം പറഞ്ഞു നമ്മൾ ഇനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് റിവിഷനൊന്നും നമ്മൾ ചെയ്യില്ല, കാരണം നമുക്ക് പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ കുറേ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാം. സപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ സപ്ലൈയുടെ ഡെഫിനിഷൻസ്, സപ്ലൈയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ആദ്യത്തെ കുറേ തിയറീസ് പഠിച്ചു, അത് നോക്കണം കേട്ടോ. പിന്നെ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ പഠിച്ചു, ടൈം ഓഫ് സപ്ലൈ, വാല്യൂ സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, ഇത്രയും പഠിച്ചു. ആകെ ഇത്രയും കാര്യങ്ങളെ പഠിച്ചോളൂ അല്ലേ, ഇത്രയല്ലേ പഠിച്ചോളൂ. അതെ, നമ്മൾ പഠിച്ച സെക്ഷൻസ്, ഇതുവരെ പഠിച്ച സെക്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന സെക്ഷൻസ് ഒക്കെ ഞാൻ ഇവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വാല്യൂ സപ്ലൈക്കകത്ത് കുറച്ച് വാല്യൂഷൻ റൂൾസും കൂടെ പഠിച്ചു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ. സപ്ലൈ 7, കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ചാർജിങ് സെഷൻ നമ്മൾ പഠിച്ചു, അതുപോലെ കോമ്പോസിഷൻ ലെവി പഠിച്ചു, എക്സംഷൻ പഠിച്ചില്ല, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ്, ചേഞ്ച് ഇൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ടാക്സ്, വാല്യൂവേഷൻ, പിന്നെ ലാസ്റ്റ് ദിവസം പഠിച്ച കുറച്ച് റൂൾസ് അല്ലേ. ആ റൂൾസിൽ റൂൾ നമ്പർ 27, 28, 29, 30, 31 ഇത്ര ഐറ്റംസ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ടുള്ള റൂൾസിൻ്റെ നമ്പർ പഠിച്ചു വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും റൂൾ നമ്പേഴ്സ് എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് എത്ര സെക്ഷൻ ഉണ്ടെന്ന് അറിയാമോ? അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനായിട്ട് നോക്കി 16, 17, 18, 19, 20, 21 ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര ഉണ്ട്? 16, 17, 18, 19, 20, 21 6 സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് 6 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ 6 ജസ്റ്റ് ആദ്യത്തെ സെക്ഷൻ മാത്രം, ഈ സെക്ഷൻ 16 കണ്ടോ, ഈ സെക്ഷൻ 16 മാത്രമായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാം. വെറും ഈ സെക്ഷൻ 16 മാത്രമായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാം. ഓക്കെ അല്ലേ? ബാക്കി സെക്ഷൻസൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് എന്താ? സെക്ഷൻ 16 മാത്രം. ശരി, നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് എന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ശരി, എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? ഞങ്ങൾ ഇനി പഠിപ്പിക്കാൻ നിൽക്കല്ലേ, കാരണം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാൽ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഓൾറെഡി എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വർക്ക് ആവാമെന്നും എങ്ങനെയാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് നമ്മൾ GST വിളിക്കാമെന്നൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ദിവസം മനസ്സിലാക്കിയതാണ് അല്ലേ. കിടക്കുന്ന നമ്മുടെ അതിൻ്റെ എക്സാമ്പിൾ ഇതാണോ അതിൻ്റെ എക്സാമ്പിൾ? ഓർമ്മയില്ല. ഇത് തന്നെ ഒരു 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് ആണ്, അതിൻ്റെ കൂടെ 1,000 റുപ്പീസ് പ്രോഫിറ്റും കൂടെ ചേർത്ത് 11,000 റുപ്പീസിന് വിറ്റു. അങ്ങനെയല്ല, നമ്മുടെ ആദ്യമേ മാനുഫാക്ചറർ വിൽക്കുന്ന 10,000 ഇൻക്ലൂഡിങ് പ്രോഫിറ്റ്. 10% ആണ് GST എങ്കിൽ 1,000 രൂപയാണ് GST. അപ്പോൾ ടോട്ടലി ഹോൾസെയിലർ പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണ്? 11,000 രൂപയാണ്. ആ 11,000 രൂപയിൽ 10,000 അയാൾ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. 1,000 രൂപ അയാൾക്ക് ITC ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന് കൂടെ അയാൾ ഒരു 2,000 വാല്യൂ അഡീഷനും ഒരു 1,000 റുപ്പീസ് പ്രോഫിറ്റും കൂടെ ചേർത്ത് 13,000 ആയി. ആ 13,000 മുകളിൽ 10% GST 1,300 അല്ലേ. ആ 1,300 അയാൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കോ? ഇല്ല. 1,300 നിന്നും ഓൾറെഡി ആദ്യമേ പേ ചെയ്ത ടാക്സ് അല്ലേ, ആദ്യമേ പേ ചെയ്ത ടാക്സിനായി നമ്മൾ വിളിക്കുന്ന പേര് ITC. ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത എക്സാമ്പിൾ അല്ലേ. ITC ആയിട്ട് ഈ 1,000 രൂപ കുറച്ച് കളയും അല്ലേ. ഈ ഹോൾസെയിലർ ഇനിയിപ്പോൾ റീറ്റെയിലർക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഇതന്നെ സംഭവം. റീറ്റെയിലർ അതിൻ്റെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 13,000 രൂപയായിരിക്കും. അതിനോടൊപ്പം അയാളുടെ പ്രോഫിറ്റും വാല്യൂ അഡീഷനും കൂടെ ചാർജ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് എത്രയാണോ അതിന് മുകളിൽ വരുന്ന ടാക്സ് റേറ്റിൽ അയാൾ ആദ്യമേ പേ ചെയ്ത ടാക്സ് ഇല്ലേ, അത് അയാൾ എന്തായിട്ട് കുറയ്ക്കും? ITC ആയിട്ട് കുറച്ച് കളയും. അപ്പോൾ നിങ്ങൾക്കറിയാം ITC എന്താണ്, ITC കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ആവുന്നത് നിങ്ങൾക്കറിയാം. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ITCയുടെ കാര്യം ഈ GST പഠിച്ച് തുടങ്ങിയ സമയത്ത് പല സിറ്റുവേഷനിൽ നമ്മൾ ITC എന്താണെന്നുള്ള റഫ് കാൽക്കുലേഷൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ITCയുടെ മനസ്സിലുള്ള ബോധം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ഓൾറെഡി പേ ചെയ്യുന്ന GST ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് കുറച്ച് കളയാൻ പറ്റും അല്ലേ. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് എക്സ്ട്രാ ഓരോരോ പോയിന്റ്സ് ആഡ് ചെയ്ത് വരാം. ആക്ച്വലി എന്താണ്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കാം. ഇന്നൊരു ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് മിനിമം എന്തായാലും 3 ക്ലാസ് വേണ്ടി വരും, അല്ലെങ്കിൽ 4 ക്ലാസ്, 3 to 4 ക്ലാസ് ഈ ഒരു ചാപ്റ്ററിന് തന്നെ വേണ്ടി വരും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആട്ടോ. എക്സാമിന് മിക്കപ്പോഴും റെഗുലറായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ യൂട്ടിലൈസേഷൻ എക്സാം എളുപ്പമാണെങ്കിൽ യൂട്ടിലൈസേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. യൂട്ടിലൈസേഷൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് വേറെ കുറേ കൊണസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഈ GSTയുടെ അപ്പോർഷൻമെൻറ്റ്, അതിൻ്റെ റിവേഴ്സൽ, അതിൻ്റെ 18% ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് സീനാണ്, പക്ഷേ കുഴപ്പമില്ല. നമുക്കെല്ലാം അതിൻ്റെ ആ ഒരു ചിട്ടയിലൊക്കെ തന്നെ ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് നമ്മൾ പഠിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു സെക്ഷൻ 2 കുറേ ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ പഠിച്ചാൽ നമുക്ക് വട്ടായി പോകും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സെക്ഷൻസ് ഏതൊക്കെയാണോ അത് മാത്രം നമുക്ക് പഠിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ ഡെഫിനേഷൻസ് ഇതിനോടൊപ്പം തന്നെ പഠിച്ചു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഡെഫിനേഷൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ആക്ച്വൽ കണ്ടന്റ് പഠിക്കാം. ഈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ കുറേ പഠിക്കാനുണ്ടോ? ഒന്നുമില്ലടാ, ചെറിയ കുറച്ച് ഡെഫിനേഷൻസാണ്. എന്താ സിമ്പിൾ അറിയാം. അതിന് നമ്മുടെ ഈ വേർഡ് തന്നെ എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ വേർഡ്, അതായത് ആ 3 വേർഡ്സ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നല്ലേ പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ പറയുക? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ,
ഈ വേർഡ് നിങ്ങൾ ഇതുവരെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ പല പ്രാവശ്യങ്ങളിൽ ഈ വേർഡ് യൂസ് ചെയ്ത് വെച്ചിട്ട് ഈ ഓരോന്നിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, നമുക്കറിയാം ഇൻവേർട്ട് സപ്ലൈ ഉണ്ട്, ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്. ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ പർച്ചേസ്. ഓക്കെ, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിൽസ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഇൻപുട്ട് ഗുഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആയിരിക്കും. ഇൻപുട്ട് ഗുഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ സംശയം ഉണ്ടോ? ഇല്ല. ഒന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാം. പർച്ചേസ്. എന്ത് പർച്ചേസ്? പർച്ചേസ് ഓഫ് എന്ത്? പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗുഡ്സിനെ ഒന്നും കൂടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഗുഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്ത്? ക്യാപിറ്റൽ ഗുഡ്സ് എന്നും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ? നമ്മുടെ നോർമൽ ഗുഡ്സ് എന്നും രണ്ടത്തിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്നും ഡിവൈഡ് ചെയ്യാം. ഇൻപുട്ട് ഗുഡ്സ് എന്നും നോർമൽ ഗുഡ്സ് എന്നും ഡിവൈഡ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന എന്തൊക്കെയോ, അതായത് നമ്മൾ മേടിക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഗുഡ്സിനെയും സർവീസിനെയും വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന ഗുഡ്സിനെയും സർവീസിനെയും വിളിക്കുന്ന പേരാണ് ഇൻപുട്ട്. ആ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നേച്ചറിലാവാം അല്ലെങ്കിൽ നമ്മുടെ നോർമൽ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സുകളോ റീസെൽ ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന ഐറ്റംസോ അങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ മേടിക്കില്ലേ? ഇതിനൊക്കെയാണ് എന്താ പറയുക? ഇൻപുട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞാലോ ഇൻപുട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും സർവീസ്, അതാണ് ഇൻപുട്ട് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാലോ ഈ ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ്. ഇതിൻ്റെ ക്രെഡിറ്റ് ഡെബിറ്റ് എന്താണെന്നറിയാം. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഞാനിപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഡെഫിനിഷനാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ശ്രമിച്ചത്. നിങ്ങളൊന്ന് പറഞ്ഞു എന്തായിരിക്കും ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും വരിക? അതായത് ഇൻപുട്ട് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 59 ആണ് of CGST Act 2017. It means any goods other than capital goods. Capital goods അല്ലാത്ത എല്ലാം ഇൻപുട്ട് ഗുഡ്സ് ആണ്. Goods used or intended to be used by the supplier in course of furtherance of business. കണ്ടോ, സപ്ലയർ നമ്മുടെ നമ്മുടെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന ഗുഡ്സിനെയാണ് ഇൻപുട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഗുഡ്സ്, okay, the value of which is capitalized in the books of accounts of the person, okay, claiming input tax credit and which are used or intended to be used in course of furtherance of business. കണ്ടോ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മെഷീനറി ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ? ഒരു വണ്ടി വാങ്ങി ക്യാപിറ്റൽ ഗുഡ്സ് അല്ലേ? ഒരു ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ശരി, ഇതിലെ ലാൻഡ് ഒഴികെ ലാൻഡിനെ ഒരിക്കലും എന്തില്ല ഈ പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്നും വരില്ല. കാരണം ലാൻഡ് അല്ലേ നമ്മൾ പഠിച്ചു, ഗുഡ്സ് സർവീസ്. ലാൻഡ് എന്തിൻ്റെ ഡെഫിനേഷനിൽ വരാം? സർവീസിൻ്റെ ഡെഫിനേഷനിലാണ് വരുന്നത്. പക്ഷേ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ GST മേടിക്കില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് വിട്ടേക്കും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഗുഡ്സും സർവീസും. ഗുഡ്സിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്നും കൂടി വിളിക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് മീൻസ് സർവീസ് യൂസ്ഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ബൈ ദ സപ്ലയർ ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് ഈ രണ്ട് വേർഡും കൂടെ ചേരുമ്പോൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻപുട്ട് ടാക്സ്, ഓക്കെ, in relation to a registered person, it means central tax, state tax, integrated tax അല്ലെങ്കിൽ union territory tax charged on any supply of goods, service or both which are made to him and includes. എന്താ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? നമ്മുടെ CGST, SGST, IGST, UTGST ഒക്കെ ഇല്ലേ? നമ്മൾ ഓൾറെഡി പേ ചെയ്തേക്കുന്ന CGST, SGST, IGST, UTGST എന്തിനു മുകളിൽ പേ ചെയ്തിരിക്കുന്ന? ഇൻപുട്ട് ഗുഡ്സുകളോ ക്യാപിറ്റൽ ഗുഡ്സുകളോ ഇൻപുട്ട് സർവീസുകളോ മേടിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ഗുഡ്സുകളോ ക്യാപിറ്റൽ ഗുഡ്സുകളോ അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസുകളോ മേടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മേടിച്ച സമയത്ത് നമ്മൾ പേ ചെയ്ത ടാക്സ് ആയിട്ടുള്ള CGST, SGST, IGST, UTGST ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ നോക്കി? ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ഓർ സർവീസ് ടാക്സ് അണ്ടർ ടാക്സ് ചാർജ്ഡ് ഓൺ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. കണ്ടോ, ഇതാണ് ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നമ്മൾ പഠിച്ചു. ഒരു ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഗുഡ്സ് നമ്മളെപ്പം ഗുഡ്സ് എന്നല്ല എന്ത് കാര്യമായിക്കോട്ടെ, പ്രോപ്പർലി പറയുകയാണെങ്കിൽ ഗുഡ്സ്, സർവീസിൻ്റെ പോയിന്റ് വിട്ടേക്ക്. ഗുഡ്സ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം IGST കൂടി പേ ചെയ്യണ്ടേ? കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം എന്തുകൂടെ പേ ചെയ്യണം? IGST. ആ IGSTയുടെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം IGST പേ ചെയ്യും. ആ IGSTയുടെ ക്രെഡിറ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് കളക്റ്റീവ്ലി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് അടയ്ക്കേണ്ട കുറച്ച് കേസുകളാണ് പഠിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, കുറച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ടാക്സ് പേബിൾ അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് 9, 3 and 4 നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞ് ടാക്സ് പേബിൾ അണ്ടർ സെക്ഷൻ 5, സബ്സെക്ഷൻ 3 and സബ്സെക്ഷൻ 4. ടാക്സ് പേബിൾ അണ്ടർ ദ ST ആക്ട്, അതായത് പേഴ്സൺ ലയബിൾ to pay GST under RCM. അതുപോലെ UTGST ആക്ട്, പേഴ്സൺ ലയബിൾ ഫോർ RCM. അതായത് SGST ആക്ടിലും UTGST ആക്ടിലും RCMൽ ടാക്സ് പേ ചെയ്യേണ്ട ആൾക്കാർ. അപ്പോൾ ഈ 4 പേരെ നമുക്ക് RCM എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വേണമെങ്കിൽ ഇടാം. ഇത് ഇത്രയും പേര്. ഇവരെല്ലാം എന്താ?
പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് അണ്ടർ RCM ആണ്. ഓക്കെ, അവർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, വെയിറ്റ് ചെയ്യും. ഇനി താഴെ കിടന്നൊരു പോയിന്റ് നോക്കി, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ടാക്സ് പെയ്ഡ് അണ്ടർ കോമ്പോസിഷൻ ലെവി, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ടാക്സ് പെയ്ഡ് അണ്ടർ കോമ്പോസിഷൻ ലെവി, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ടാക്സ് പെയ്ഡ് അണ്ടർ കോമ്പോസിഷൻ ലെവി, ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ടാക്സ് പെയ്ഡ് അണ്ടർ കോമ്പോസിഷൻ ലെവി. കോമ്പോസിഷൻ ലെവിയിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതൊന്നും ഇതിനകത്ത് വരില്ല. കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടേ? ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ ഇതെങ്ങോട്ട് നോക്കിയേ. അതായത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്തൊക്കെ ഐറ്റംസ് നമ്മൾ മേടിക്കണം? ഇൻപുട്ട് ഗുഡ്സ് മേടിക്കണം. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാമെന്ന് പറയാം. എന്ത് വാങ്ങിക്കാണ്? റോ മെറ്റീരിയൽസ് മേടിക്കാം. ശരി, അത് കഴിഞ്ഞിട്ട് ഞാനൊരു മെഷീനറി വാങ്ങി. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻപുട്ട് ഗുഡ്സ് ആണ്. ശരി, ഇവിടെ ഓരോ ഇങ്ങോട്ടുണ്ടേ. ഇനി മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ്. ശരി, അപ്പോൾ ഇൻപുട്ട് ഗുഡ്സായി, ക്യാപിറ്റൽ ഗുഡ്സായി. പിന്നെ നമുക്ക് ഇൻപുട്ട് സർവീസ്, മൂന്നാമത്തെ ഇൻപുട്ട് സർവീസ് ആയിട്ട് എന്താ പറയുക? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെയോ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റെയോ അല്ലെങ്കിൽ CA കാരുടെയോ CMA കാരുടെയോ ഒക്കെ നമ്മൾ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്തു? നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരെ അപ്പോയിൻറ്റ് ചെയ്തു. അവർ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും. അവരെന്ത് ചെയ്യും? GST ക്ലെയിം ചെയ്യും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത സർവീസ് അല്ലേ ഇത്? അതെ, എന്ത് വിളിക്കാം? ഇൻപുട്ട് സർവീസ് എന്ന് വിളിക്കാം. കണ്ടോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കടാ, നമ്മൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് വാങ്ങി, അല്ലെങ്കിൽ മെഷീനറി വാങ്ങി, അല്ലെങ്കിൽ CA കാരുടെ CMA കാരുടെ ഒക്കെ സർവീസ് മേടിച്ചു. ഈ സമയത്തെല്ലാം നമ്മൾ ഓൾറെഡി എന്ത് പേ ചെയ്യുന്നുണ്ടായിരിക്കും? GST പേ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ പേ ചെയ്ത GST, ആ GSTക്കകത്ത് എന്തൊക്കെ ഉണ്ടാവും? ആ GSTക്കകത്ത് CGST ഉണ്ടാവാം. ശരി, അതുപോലെ SGST ഉണ്ടാവാം. ഓക്കെ, അതുപോലെ UTGST ഉണ്ടാവാം, അതുപോലെ IGST ഉണ്ടാവാം. ഓക്കെ, ഇതിനെല്ലാത്തിനും നമുക്ക് എന്തെടുക്കാൻ പറ്റും? ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ GSTകളെല്ലാം പേബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് ആണെങ്കിലും അല്ലെങ്കിൽ ഓർ റിവേഴ്സ് ചാർജ് ആണെങ്കിലും RCMലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. പിടികിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, ഏതായാലും ഫോർവേഡ് ചാർജിൻ്റെ റിവേഴ്സ് ചാർജിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു CA കാരുടെയോ CMA കാരുടെയോ ഒക്കെ അണ്ടറിലാണ്, അല്ലെങ്കിൽ അവരുടെ സർവീസാണ് മേടിക്കുന്നത് വെച്ചോ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് അവരുടെ കോമ്പൻസേഷനും പേ ചെയ്യേണ്ടി വരും. അതിനോടൊപ്പം അവർക്ക് എന്തും കൂടെ പേ ചെയ്യേണ്ടി വരും. ആ GST പോർഷൻ കൂടെ പേ ചെയ്യേണ്ടി വരും. നോർമൽ ഫോർവേഡ് ചാർജാണ്. സപ്പോസ് നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്, നമ്മൾ മേടിക്കുന്ന സർവീസ് ഒരു ലീഗൽ സർവീസാണ്. നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്, പക്ഷേ നമ്മൾ മേടിക്കുന്ന സർവീസ് എന്താണ്? ഒരു ലീഗൽ സർവീസാണ്. നമുക്കറിയാം, ഒരു അഡ്വക്കേറ്റോ ഫേം ഓഫ് അഡ്വക്കേറ്റോ സീനിയർ അഡ്വക്കേറ്റോ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഒരു ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ RCM. നോട്ടിഫൈഡ് സർവീസാണ്, ടാക്സബിൾ അണ്ടർ RCM. 9(4) നമ്മൾ പഠിച്ച നോട്ടിഫൈഡ് സർവീസസ് പഠിച്ചാൽ ശരിയാ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന ആരാ? എല്ലാ കേസിലും റെസിപ്പിയൻ്റ് തന്നെയാണ് ടാക്സിൻ്റെ ബേർഡൻ. റെസിപ്പിയൻ്റെ വലയില വരാം. പക്ഷേ റെസിപ്പിയൻ്റ് അത് നോർമലി സപ്ലയറുടെ കൊടുക്കും. സപ്ലയർ ആണ് ആർക്കടിക്കുന്നത്? ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നത്. ഇങ്ങനെ ഗവൺമെൻറ്റിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ റെസിപ്പിയൻറ്റിന് ITC എടുക്കാം. ഇതാണ് റൂൾ. റെസിപ്പിയൻ്റ് എന്തെടുക്കാം? ITC എടുക്കാം. ഇതാണ് റൂൾ. പക്ഷേ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണെങ്കിൽ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യും? റെസിപ്പിയൻ്റ് ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് GST പേ ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെടുക്കും? ITC എടുക്കും. ഇവിടെ ഇടയിലുള്ള ആര്? സപ്ലയർ എന്ന് പറഞ്ഞ ഒരാളില്ല. ഓക്കെ, അപ്പോൾ അത് ഫോർവേഡ് ചാർജ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോർവേഡ് ചാർജ് എന്ന് വിളിക്കാം. ഇതിനെ എന്ത് വിളിക്കാം? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വിളിക്കാം. ഫോർവേഡ് ചാർജിൽ പേ ചെയ്താലും റിവേഴ്സ് ചാർജിൽ മെക്കാനിസത്തിൽ നമ്മൾ ടാക്സ് പേ ചെയ്താലും നമുക്ക് ITC എടുക്കാനായിട്ട് പറ്റും. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്താലും അതിൻ്റെ ITC എടുക്കാനായിട്ട് പറ്റും. പിടികിട്ടിയോ? പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ. മേടിക്കുന്നത് ഇൻപുട്ട് ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആയിരിക്കണം. പിടികിട്ടിയോ? അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയൊരു പേർച്ചേസ് അതിന് മുകളിൽ ആക്ച്വലി പേ ചെയ്ത GSTയുടെ മുകളിലാണ് നമുക്ക് ആ ഒരു GST ആണ് നമുക്ക് ITC ആയിട്ട് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക, ITC ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ RCMൽ പേ ചെയ്ത ടാക്സ്, RCMലാണെങ്കിൽ നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യും. ഇനി RCMലല്ല ഫോർവേഡ് ചാർജ് ആണെങ്കിൽ നമ്മൾ സപ്ലയർക്ക് കൊടുക്കും, സപ്ലയർ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യും. ഇതാണ് രണ്ട് സിറ്റുവേഷൻസ്. പിടികിട്ടണം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് വേണം. ആ ഡോക്യുമെൻ്റ് എന്താ? നമ്മുടെ ടാക്സ് ഇൻവോയ്സ്. ആ ഡോക്യുമെൻ്റ് പേര് എന്താ? നമ്മുടെ ടാക്സ് ഇൻവോയ്സ്. അതായത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ITC എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് വേണം. ആ ഡോക്യുമെൻ്റ് പേരാണ് ടാക്സ് ഇൻവോയ്സ്, അല്ലേ? ഫോർവേഡ് ചാർജിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെസിപ്പിയൻ്റ് സപ്ലയറിൻ്റെ കയ്യിൽ പൈസ കൊടുക്കും. സപ്ലയർ നമുക്ക് ടാക്സ് ഇൻവോയ്സ് പേ ചെയ്യും. ടാക്സ് ഇൻവോയ്സ് നമുക്ക് തരും. എന്നിട്ട് സപ്ലയർ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യും? ടാക്സ് അടച്ചോളും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉണ്ട്, ടാക്സ് ഇൻവോയ്സ്. നമ്മൾ നടത്തിയ ഓരോ പർച്ചേസിൻ്റെയും എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ടാക്സ് ഇൻവോയ്സ് ഉണ്ട്. പക്ഷേ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് ടാക്സ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ് ഉണ്ടാവില്ല. പകരം റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നടക്കുന്ന സപ്ലയർ റെസിപ്പിയൻ്റ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ഡോക്യുമെൻ്റ് വിളിക്കുന്ന പേരെന്തായിരുന്നു? മറന്നുപോയല്ലോ. ബിൽ ഓഫ് എൻട്രി.
ബിൽ ഓഫ് എൻട്രി അല്ല, ബിൽ ഓഫ് എൻട്രി കസ്റ്റംസ്. ബിൽ ഓഫ് സപ്ലൈ എന്ത് വിളിക്കും? ബിൽ ഓഫ് സപ്ലൈ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബിൽ ഓഫ് സപ്ലൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ആ ഒരു വാങ്ങിയ പ്രോഡക്റ്റിൻ്റെ വാല്യൂ മാത്രം കാണിക്കുന്ന ഒരു ബിൽ ഓഫ് സപ്ലൈ മാത്രമേ ഉണ്ടാവും. ടാക്സ് പേ ചെയ്തതായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ടാക്സ് പേ ചെയ്യുമ്പോൾ റെസിപ്പിയൻ്റ് തന്നെ സ്വന്തമായിട്ടൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ടാക്സ് പേ ചെയ്യുമ്പോൾ റെസിപ്പിയൻ്റ് തന്നെ സ്വന്തമായിട്ടൊരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഫോമിൽ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ഇത്ര രൂപ RCMൽ ടാക്സ് പേ ചെയ്യാനുള്ളതായിരുന്നു, ഇത്ര രൂപ ഞാൻ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. RCMലേക്ക് ഒരു ഡോക്യുമെൻറ്റ് റെസിപ്പിയൻ്റ് തന്നെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ അത് ആവശ്യം വരും. മുന്നോട്ട് പഠിക്കുമ്പോൾ ആ സംഭവം എന്ത് ചെയ്യും? ആവശ്യം വരും. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻപുട്ട് എന്താ പഠിച്ചു? അതായത് ഇൻപുട്ട് ഗുഡ്സ് പഠിച്ചു, ക്യാപിറ്റൽ ഗുഡ്സ് പഠിച്ചു, ഇൻപുട്ട് സർവീസ് പഠിച്ചു. ഇതിന് മുകളിലൊക്കെ പേ ചെയ്യുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ഇമ്പോർട്ടേഷൻ ഓഫ് സർവീസ്. നമ്മളൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പേ ചെയ്യുന്ന കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം പേ ചെയ്യുന്ന IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ RCMൽ പേ ചെയ്യുന്ന കുറേ മെത്തേഡുണ്ട്. CGST ആക്ടിൽ പറയുന്നുണ്ട്, UTGST ആക്ടിൽ പറയുന്നുണ്ട്, IGST ആക്ടിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ച 9(4)ഉം 9(5)ലും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷനിലെല്ലാം RCMൽ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ RCMലെ ടാക്സ് കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മളൊരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിലോ, കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ റെസിപ്പിയൻ്റ് ഒരിക്കലും ടാക്സ് അടയ്ക്കേണ്ട. ഒന്ന് മനസ്സിലായി? അത് നമ്മൾ പഠിച്ചതാ. ഒരു കോമ്പോസിഷൻ ഇപ്പോൾ ഞാനാണ് ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് വെച്ചു. ഇപ്പോൾ ഞാൻ എന്താണ്? ഒരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ്. ഞാൻ ഒരാൾക്ക് ഒരു 1 lakh rupees ഗുഡ്സ് സെയിൽ ചെയ്യാം. ഗുഡ്സ് സെയിൽ ചെയ്യാണ്. ഇതാണ് എൻ്റെ റെസിപ്പിയൻ്റ്. ഈ റെസിപ്പിയൻറ്റിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. റെസിപ്പിയൻ്റ് ഒരിക്കലും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഈ 1 lakh rupees ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ അവൻ നടത്തിയ ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ സെയിൽസിൻ്റെ ടേൺ ഓവർ ബേസിൽ ഒരു 1% ആണെങ്കിൽ 1%, ഇപ്പോൾ 1 lakhൻ്റെ 1% എന്ന് പറഞ്ഞാൽ 1,000 രൂപ. ഈ 1,000 രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ ഈ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. റെസിപ്പിയൻ്റെ പോക്കറ്റിൽ നിന്ന് വല്ലതും പോയോ? ഇല്ല. റെസിപ്പിയൻ്റെ പോക്കറ്റിൽ നിന്നൊന്നും പോയില്ല. റെസിപ്പിയൻ്റെ ആ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ ഉണ്ടായ വിലയായിട്ടുള്ള 1 lakh rupees മാത്രമേ പേ ചെയ്തുള്ളൂ. റെസിപ്പിയൻ്റ് ഇതിന് മുന്നേ ഒരു GSTയും പേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കോമ്പോസിഷൻ സ്കീമിൽ വരുന്ന സപ്ലൈകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള GST റെസിപ്പിയൻ്റെ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ടാക്സ് ഒരിക്കലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മുടെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണിനും ഒരിക്കലും ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ സാധനങ്ങൾ മേടിക്കുമ്പോൾ നോർമൽ സ്കീമിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും, അല്ലേ? കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ മേടിക്കുന്ന ഗുഡ്സ് ചിലപ്പോൾ സാധാ ആൾക്കാരുടെ കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ അവിടെ 18%, 12%, 28%-ലൊക്കെ GST പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾറെഡി പേ ചെയ്ത GSTയാണ്. അതിന് ITC ക്ലെയിം ചെയ്തത് ഇല്ല, പറ്റൂല. കാരണം അവനൊരു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആണ്. വേണ്ടിയിട്ട് അപ്പോൾ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു റെസിപ്പിയൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ റെസിപ്പിയൻറ്റിന് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം റെസിപ്പിയൻറ്റ് ടാക്സ് പേ ചെയ്യുന്നില്ല. ഇനി കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ടാക്സ് പേ ചെയ്ത് ഗുഡ്സ് മേടിക്കുന്നുണ്ടെങ്കിൽ അവനും എന്ത് ചെയ്യാൻ പറ്റില്ല? ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തുകൊണ്ട് അവനില്ലാത്തൊരു ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ അവന് നഷ്ടപ്പെട്ടു പോയ ഒരു ബെനിഫിറ്റാണ് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പിടികിട്ടി? മനസ്സിലായി? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ് എന്തായിരിക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒന്നുമില്ല. ഇറ്റ് മീൻസ് ക്രെഡിറ്റ് ഓൺ ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് നമുക്കൊരു ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? പറഞ്ഞുതരാം. ഓക്കെ. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് മീൻസ് ITC is the tax already paid by the registered person at the time of purchase of goods, service or both. മാറ്റിയിട്ട് നമുക്ക് വേറൊരു വേർഡ് തീർക്കാം ഇവിടെ. At the time of purchase of input goods, അതുപോലെ ക്യാപിറ്റൽ ഗുഡ്സ്, അതുപോലെ എന്ത്? ഇൻപുട്ട് സർവീസ്. ഇനി കറക്റ്റ് ചെയ്തോളെ. ഇൻ അതർ വേർഡ്സ്, വി ക്യാൻ സേ ദാറ്റ് ITC is the tax already paid by a registered person at the time of purchase of input goods, capital goods or input service, and which can be availed as a deduction from tax payable അല്ലെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. നമ്മൾ ലാസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്ന ടാക്സിൽ നിന്ന് ഒരു ഡിഡക്ഷനായിട്ട് നമുക്ക് ഈ പറഞ്ഞ സാധനം കുറച്ച് കളയാനായിട്ട് പറ്റും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇൻവേർട്ട് സപ്ലൈ, എന്തായിരിക്കും ഔട്ട്വേർട്ട് സപ്ലൈ? ചുമ്മാ ഒരു ഡെഫിനിഷനാണ്. നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കുന്നുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം ഇൻവേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ്, ഔട്ട്വേർട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിൽസ്. അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇൻവേർട്ട് സപ്ലൈ അണ്ടർ സെക്ഷൻ 2 subsection 67 of CGST Act 2017, ഇൻവേർട്ട് സപ്ലൈ ഇൻ റിലേഷൻ ടു a person shall means receipt of goods, service or both, whether by purchase, acquisition or any other means, with or without consideration. Sorry. അടുത്ത ഔട്ട്പുട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് സപ്ലൈ അണ്ടർ സെക്ഷൻ 2 subsection 83 of CGST Act 2017. ഔട്ട്പുട്ട് സപ്ലൈ ഇൻ റിലേഷൻ ടു a taxable person means a supply of goods, service or both, whether by sales, transfer, barter, exchange, lease, അങ്ങനെ കുറേ ഇല്ലേ? ഇനി any other mode made or agreed to be made in course of furtherance of business. ഓക്കെ, അതായത് നമ്മൾ ഒറ്റയടിക്ക് എന്ത് വിളിക്കും? അതിനെ സെയിൽ എന്ന് വിളിക്കാം. ശരി. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നടത്തിയ ഔട്ട്പുട്ട് സപ്ലൈയുടെ മുകളിൽ പേ ചെയ്യേണ്ട ടാക്സ്.
അല്ലേ? ഔട്ട്പുട്ട് സപ്ലൈയുടെ മുകളിൽ നമ്മൾ പേ ചെയ്യേണ്ട ടാക്സിനെയാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഔട്ട്പുട്ട് ടാക്സ് മീൻസ് ഇൻ റിലേഷൻ ടു അ ടാക്സബിൾ പേഴ്സൺ ഇറ്റ് മീൻസ് ടാക്സ് ചാർജ്ഡ് അണ്ടർ ദിസ് ആക്ട് ഓൺ പേയബിൾ on taxable supply of goods, service or both made by him, by his agent, but excluding tax payable by him on reverse charge mechanism. ഓക്കെ, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ശരി, ഓക്കെ, ശരി. ഇനിയാണ് നമുക്ക് ആക്ച്വൽ കാര്യങ്ങൾ പഠിക്കാൻ പോണത്. ഇതിന് നമുക്ക് 2 രീതി പഠിക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഞാനൊരു കഥ പോലെ ആദ്യമേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ മനസ്സിൽ വെക്കാൻ ശ്രമിക്കാം. പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ മാക്സിമം മനസ്സിൽ വെക്കാൻ ശ്രമിക്കാം. ആ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ പ്രൊവിഷൻസ് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, നമുക്ക് നമ്മുടെ രാഹുൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, രാഹുലിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ചെയ്യാം. എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചോ. സ്റ്റാർട്ട് ചെയ്ത ദിവസം ജാനുവരി, ന്യൂ ഇയർ ആയിട്ട് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ജാനുവരി 1, 2023 പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചൊക്കെ ആയ സമയത്ത് നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്നത് 20 ലക്ഷം രൂപ ടേൺ ഓവർ ഓവർകം ചെയ്യുമ്പോഴാണ്. അതായത് എപ്പോഴാണോ ഒരാൾക്ക് 20 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ടേൺ ഓവർ അച്ചീവ് ചെയ്യുന്നത്, അപ്പോൾ പുള്ളിക്കാരൻ GST എടുത്താൽ മതി. അതായത് ഇപ്പോൾ നോർമലി രാഹുൽ 1000 റുപ്പീസിനാണ് ഗുഡ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 20 ലക്ഷം എത്തുന്നത് വരെ 1000 റുപ്പീസിന് തന്നെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ രാഹുൽ എന്ത് ചെയ്യണം? ഈ 1000 റുപ്പീസിനോടൊപ്പം പ്ലസ് ഒരു 18% GST കൂടി വരിക്കണം. പ്ലസ് 18% GST, 18 ആവാം, 10 ആവാം, എന്തെങ്കിലും ആവാം. നമുക്കിപ്പോൾ ഇവിടെ എക്സാമ്പിളിൻ്റെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്ലസ് ഒരു 10% ഇടാം. 10% ഇടാം. ശരി, അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ GSTയിൽ എന്താണോ ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവംബർ അല്ലടാ, ഇതേതാ മാസം? മാർച്ച് 1 ഓക്കെ, മാർച്ച് 1, 2023 പുള്ളിക്കാരൻ GST എടുക്കാൻ ലയബിൾ ആവുന്നത്. ശരി, GST എടുക്കാൻ ലയബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ GSTയിലെ റൂൾ എന്താണെന്നറിയാമോ? എന്നാണോ നിങ്ങൾ 20 ലക്ഷം ക്രോസ് ചെയ്യുന്നത്, അതിന് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ എന്തെടുത്തിരിക്കണം? രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ഞാൻ പറയുന്ന സംഭവം മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുഴപ്പമില്ല, GST വല്ലതും വേണോ, രജിസ്ട്രേഷൻ എടുക്കണോ, ഒന്നും വേണ്ട. എപ്പോഴാണോ അയാൾ 20 ലക്ഷം രൂപ ക്രോസ് ചെയ്യുന്നത് അപ്പം മതി രജിസ്ട്രേഷൻ. ശരി, എപ്പോഴാണോ അയാൾ 20 ലക്ഷം രൂപ ക്രോസ് ചെയ്യുന്നത് അന്നിന് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ, അതുമുതൽ വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ എന്തിരിക്കണം? GSTയിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ രാഹുൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ, അതായത് ഒരു മാർച്ച് 15 ആയപ്പോൾ എന്ത് ചെയ്തു? മാർച്ച് 15 ആയപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ ബിസിനസ്സിൻ്റെ നേച്ചറും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതെല്ലാം കറക്റ്റാണോ, രജിസ്റ്റേർഡ് പ്ലേസ് കറക്റ്റാണോ, അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക, അങ്ങനെ കുറേ ഫോർമാലിറ്റീസും അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണം. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് പുള്ളിക്കാരൻ്റെ ജൂറിസ്ഡിക്ഷൻ ഏതാണ്, ആ ജൂറിസ്ഡിക്ഷൻ നോക്കിയിട്ട് അവിടെയുള്ള GST ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഏതാണെന്ന് നോക്കിയാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യും പിന്നെ രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും. പുള്ളിക്കാരൻ എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യും. ഗ്രാൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഏപ്രിൽ 1 തീയതിയാണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നത്. ഏപ്രിൽ 1 തീയതിയാണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏപ്രിൽ 1 തീയതിയാണ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആവുന്നത്. ഓക്കെ, ആ ഒരു ഫ്ലോ മനസ്സിലായി. ശരി, അങ്ങനെയാണെങ്കിൽ എന്ന് മുതലാണ് നമ്മുടെ രാഹുൽ ടാക്സബിൾ പേഴ്സൺ? രാഹുൽ എന്ന് മുതലാണ് രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത്? രാഹുൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഏപ്രിൽ 31 രാഹുൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആവുന്നത്. സമ്മതിച്ചു? എന്ന് മുതലാണ് രാഹുൽ ഒരു ടാക്സബിൾ പേഴ്സൺ? എന്ന് മുതൽ രാഹുൽ നടത്തുന്ന സപ്ലൈക്കാണ് രാഹുൽ ടാക്സ് അടയ്ക്കേണ്ടി വരിക. എന്നാണോ ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആവുന്നത് അന്ന് മുതൽ. അതായത് മാർച്ച് 31 20 ലക്ഷം രൂപ ക്രോസ് ചെയ്തെങ്കിൽ അതിനുശേഷം വരുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ മുകളിലും രാഹുൽ GST കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യണം. പിടികിട്ടോ? പക്ഷേ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാലേ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. എന്നാൽ മാർച്ച് 1 മുതൽ ഏപ്രിൽ 1 വരെ രജിസ്ട്രേഷൻ കിട്ടുന്ന ഒരു ഗ്യാപ്പ് വരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള മാസത്തെ എല്ലാം കൂടെ ചേർത്തൊരു റിട്ടേൺ അങ്ങ് ഫയൽ ചെയ്ത് അതങ്ങ് ടാലിയാക്കും. അങ്ങനെയാണ് നോർമലി ചെയ്യുക. പിടികിട്ടോ? മനസ്സിലായോ? ഓക്കെ, ഇപ്പോൾ ടാക്സബിൾ പേഴ്സൺ എന്താണെന്നും രജിസ്റ്റേർഡ് പേഴ്സൺ എന്താണെന്നും മനസ്സിലായില്ലേ? ഓക്കെ, ശരി. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മുടെ രാഹുൽ കേസ് 2 രാഹുൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ GSTയിൽ അങ്ങ് രജിസ്ട്രേഷൻ എടുക്കുക. നമ്മുടെ രാഹുൽ ബിസിനസ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് രാഹുലല്ല, ഇത് റൂളല്ലേ. രാഹുൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാ? ജാനുവരി 1 ഈ ജാനുവരി 1 രാഹുൽ വലിയ ബിസിനസ് നടന്ന് ഇതിന് വേണ്ടിയിട്ട് കുറേ കോടിക്കണക്കിന് രൂപ വിലയുള്ള മെഷീനറീസും റോ മെറ്റീരിയൽസും സർവീസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിനെല്ലാം രാഹുൽ ഓൾറെഡി GST പേ ചെയ്യും.
രാഹുൽ ഓൾറെഡി GST പേ ചെയ്യില്ലേ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ വോളണ്ടറി രജിസ്ട്രേഷൻ എന്തെടുത്തു വോളണ്ടറി രജിസ്ട്രേഷൻ. അതായത് 20 ലക്ഷം രൂപ ക്രോസ് ആവാനൊന്നും നിന്നില്ല. സ്വമേധയാ ഇഷ്ടപ്രകാരം ഞാൻ ബിസിനസ് തുടങ്ങുന്ന അന്ന് തന്നെ രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ രാഹുൽ രജിസ്ട്രേഷൻ എടുക്കുന്ന അന്നാണോ അന്ന് തൊട്ട് ടാക്സബിൾ പേഴ്സൺ ആണ്. അന്ന് തൊട്ട് ആരാണ് ടാക്സബിൾ പേഴ്സൺ. പിന്നെ 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ബെനിഫിറ്റ് ഒന്നും രാഹുലിനില്ല. രാഹുൽ രജിസ്ട്രേഷൻ എടുത്തതുകൊണ്ട് അന്ന് മുതൽ പുള്ളിക്കാരൻ ആരാണ്, ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. അന്ന് മുതൽ രാഹുൽ GST പേ ചെയ്യാൻ ലയബിളാണ്. പിടിയോ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞ ഒരു ടാക്സബിൾ പേഴ്സൺ ആരാണ്, ഒന്നെങ്കിൽ GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾ ടാക്സബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ്, രജിസ്ട്രേഷൻ്റെ ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ടാക്സബിൾ പേഴ്സൺ ആണ്. ഒന്നെങ്കിൽ GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം ടാക്സബിൾ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ടേൺ ഓവർ ലിമിറ്റ് എക്സീഡ് ചെയ്ത ആൾക്കാരെല്ലാം ടാക്സബിൾ പേഴ്സൺ ആണ്. പിടിയോ. ഇപ്പോൾ ഞാൻ GSTയിൽ രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന ഒരാളാണ്. ഞാൻ ആരാണ്, ഒരു ടാക്സബിൾ പേഴ്സൺ ആണ്. പിടിയിട്ട് ഞാൻ ആരാണൊരു ടാക്സബിൾ പേഴ്സൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പഠിച്ചിട്ട് ഈ കഥ കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ നമുക്ക് മുന്നോട്ട് എങ്ങനെയാണ് ഈ ഡേ ബൈ ഡേ മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പറഞ്ഞു തരാം. ശരി, നിങ്ങൾ നോക്കിക്കോ. എലിജിബിലിറ്റി ഫോർ ടേക്കിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 16 സബ്സെക്ഷൻ 1. ഈ 16 എന്ന് പറഞ്ഞ സെക്ഷൻ്റെ സബ്സെക്ഷൻ 1ലും 2ലും 3ലും ഒക്കെ കുറേ പറയുന്നത് ഈ കണ്ടീഷൻസാണ്, അല്ലെങ്കിൽ എലിജിബിലിറ്റിയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. എന്താണ് ക്രൈറ്റീരിയ എന്നൊക്കെ? എവറി രജിസ്റ്റേർഡ് പേഴ്സൺ, ഞാനതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾ എന്തായാലും മറക്കരുത്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും, അതായത് GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് കിട്ടൂ, ITC എടുക്കാനുള്ള റൈറ്റ് ഉള്ളൂ. GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് കിട്ടൂ, GSTയിൽ രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ITC എടുക്കാൻ ഉള്ള എലിജിബിലിറ്റി ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ, GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ മാത്രമാണ് അവൻ ഹി ക്യാൻ അവെയിൽ ITC. പിടിയിട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ ബാക്കി കണ്ടീഷൻ നോക്കിയേ. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ സബ്ജക്റ്റഡ് ടു, കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. Subject to such conditions and restrictions as may be prescribed in the manner specified under section 49. ഓക്കെ, മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പഠിച്ചു ആരായിരിക്കണം, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. സമ്മതിച്ചു. ഇനി അടുത്തത്, entitled to take input tax credit charge on the supply of goods, service or both to him. ഇതൊരു സെൻറ്റൻസ് ആണ്, ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, വിച്ച് ആർ യൂസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ്. കണ്ടോ, യൂസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ്. നമ്മൾ മേടിക്കുന്ന ഗുഡ്സ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം, നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ITC കിട്ടൂ. നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ യൂസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ്. അതാണ് യൂസ്ഡ് ഓർ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ്. അതായത് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു എന്താ പറയുക, ഒരു 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങി ഞാൻ സെയിൽ ചെയ്യുന്ന ആൾ. ബുക്സാണ്, എൻ്റെ ബുക്ക് സ്റ്റോളാണ്. എൻ്റെ ബുക്ക് സ്റ്റോളിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 10 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഐറ്റംസ്, ഇപ്പോൾ എന്താ പറയുക, കുറച്ച് കമ്പ്യൂട്ടേഴ്സ് വേണമായിരുന്നു, ആ കമ്പ്യൂട്ടേഴ്സ് വാങ്ങി, ബില്ലടിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി, അതിൻ്റെ റാക്ക്, ഷെൽഫും കാര്യങ്ങളും, അങ്ങനെ കുറേ എനിക്ക് 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങി. അത് ഇൻപുട്ട് ഗുഡ്സ് ആവാം, ക്യാപിറ്റൽ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസും ആവാം. ഇത് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, യൂസ്ഡ്, അല്ലെങ്കിൽ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ അല്ലെങ്കിൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റീലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഒരു 10 ടൺ 20 ടൺ അല്ലെങ്കിൽ 30 ടൺ സ്റ്റീൽ വാങ്ങി, അവരുടെ റോ മെറ്റീരിയൽ. ഈ സ്റ്റീലെല്ലാം 30 ടണ്ണും അവർ എന്ത് ചെയ്യും, ഉപയോഗിക്കുമോ? ഇല്ല. 30 ടണ്ണിൽ കുറച്ച് അവർക്ക് ആവശ്യമുള്ളത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അത് വെച്ച് കാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരെ വേണ്ട ബാക്കി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. പിടിയിട്ടോ. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി, അത് യൂസ് ചെയ്യാനായിട്ട് വാങ്ങണം എന്നേ ഉള്ളൂ. യൂസ് ചെയ്യണം നിർബന്ധമില്ല. ഒന്നെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റൻറ്റഡ് ടു ബി യൂസ്ഡ്, യൂസ് ചെയ്യാനായിട്ട് മേടിക്കണം. ഓക്കെ, അത് മാത്രമല്ല ആൻഡ് ദ സെഡ് എമൗണ്ട് ഷാൾ ബി ക്രെഡിറ്റഡ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ആ പറഞ്ഞ എമൗണ്ട് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആയിരിക്കണം. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവണോ? എന്ത് സംഭവം എന്താ മനസ്സിലായില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നോക്കിക്കോളാം. അതായത് രാഹുൽ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ നമ്മുടെ രാഹുൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരിയിലും ജാനുവരിയിലും ബിസിനസ് നടന്നു. മാർച്ച് 1 ആയ സമയത്താണ് രാഹുലിന് എന്ത് ചെയ്ത് 20 ലക്ഷം രൂപ ക്രോസ് ചെയ്തത്. 20 ലക്ഷം രൂപ ക്രോസ് ആയ സമയത്ത് നമ്മുടെ രാഹുൽ എന്ത് ചെയ്തു, രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത സമയത്ത് എല്ലാം ഓക്കെയാണ്. ഏപ്രിൽ 1 രാഹുൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണായി. ഏപ്രിൽ 1 രാഹുൽ ആരായി, ഒരു രജിസ്റ്റേർഡ് പേഴ്സണായി. ഇങ്ങനെ രാഹുൽ രജിസ്റ്റേർഡ് പേഴ്സൺ ആകുമ്പോൾ അവനൊരു യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ പറ്റും. യൂസർ നെയിം പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ GST പോർട്ടലില്ലേ, അതായത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ GST പോർട്ടൽ കാണിച്ചു തരാം. ആ പോർട്ടലിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ പോർട്ടൽ. എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതിനകത്തൊരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. സൈറ്റിൻ്റെ പേര് www.gst.gov.in. ഞാൻ വേണമെങ്കിൽ ഇത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കി, എനിക്കിവിടെ 3 ലെഡ്ജേഴ്സിൻ്റെ പേര് കാണിച്ചിരിക്കുന്നു. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. 3 ലെഡ്ജേഴ്സ് ഉണ്ട്.
3 ലെഡ്ജേഴ്സ്. എന്താണ്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ അല്ലെങ്കിൽ ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് 3 ലെഡ്ജർ ഓപ്പൺ ആവും, അല്ലെങ്കിൽ 3 ലെഡ്ജർ നമ്മുടെ GST പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് ആ പോർട്ടലിൻ്റെ പേര്? ആ ലെഡ്ജറിൻ്റെ പേരെന്താ? ലെഡ്ജറിൻ്റെ പേരെന്താ പറഞ്ഞേ? ഒന്ന് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, രണ്ടാമത്തത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഓക്കെ, മൂന്നാമത്തത് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ശരി, ശ്രദ്ധിച്ചോ. ഇനി നടക്കാൻ പോണ കാര്യം എന്ന് വെച്ചോ, നമ്മുടെ രാഹുൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും സപ്ലൈ ചെയ്യും. ഓരോ മാസവും എന്ത് ചെയ്യും? ഓരോ മാസവും പ്രോഡക്റ്റ് വിൽക്കും, അല്ലെങ്കിൽ സർവീസ് കൊടുക്കും, പ്രോഡക്റ്റ് വിൽക്കും, സർവീസ് കൊടുക്കും. എന്നിട്ട് എപ്പോഴാണോ ഒരു മന്ത് എൻഡ് ആവുന്നത്, ഇത് എപ്പോഴാണ് ഒരു മന്ത് എൻഡ് ആവുന്നത്, അതായത് ഇപ്പോൾ ഏപ്രിൽ മാസം മുഴുവൻ സെയിൽ നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഏതാ? ഏപ്രിൽ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൻ്റെ 10ാമത്തെ ദിവസം ആണ് ഡ്യൂ ഡേറ്റ്. എന്തിൻ്റെ? നമ്മുടെ ഈ പറഞ്ഞ സെയിൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യാനുള്ള ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR1 എന്ന് പറഞ്ഞൊരു ഫോം ഫയൽ ചെയ്യണം. ഒന്നുമില്ല, GSTR1 എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഉണ്ട്, GSTR1. അത് എന്നാ ഫയൽ ചെയ്യേണ്ടത്? ഒരു മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 10ാം ദിവസം, ഒരു മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 10ാം ദിവസം, ഒരു മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 10ാമത്തെ ദിവസം. എന്ത് ഫയൽ ചെയ്യണം? GSTR1. ആ GSTR1 എന്ന് പറഞ്ഞാൽ എന്താ? പുള്ളിക്കാരൻ നടത്തിയേക്കുന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്, പുള്ളിക്കാരൻ നടത്തിയേക്കുന്ന സെയിൽസിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ശരി, സമ്മതിച്ചു. ഇനി അതുമാത്രമല്ല, എല്ലാ മാസത്തിൻ്റെയും, അതായത് ഒരു മാസം കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 20ാം ദിവസം ഒരു റിട്ടേൺ കൂടെ ഫയൽ ചെയ്യണം, GSTR3B. എന്ത് ഫയൽ ചെയ്യണം? GSTR3B എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ കൂടി ഫയൽ ചെയ്യണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ആദ്യത്തെ ഒരു മന്ത് കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് മന്തിൻ്റെ 10ാമത്തെ ദിവസത്തിനുള്ളിൽ GSTR1 എന്ന് പറഞ്ഞൊരു ഒരു റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം. GSTR1 എന്ന് പറഞ്ഞാൽ GSTR എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റിട്ടേൺ 1. GSTR1 എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണം 10ാമത്തെ ദിവസത്തിനുള്ളിൽ. ആ റിട്ടേണിനകത്ത് എന്താ ഉള്ളത്? നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ടാവും. അതിനകത്തുണ്ടാവും. ശരി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് മാത്രം അയച്ചാൽ പോരാ. ഡീറ്റെയിൽസ് അയച്ചതിന് ശേഷം 20ാമത്തെ ദിവസത്തിനുള്ളിൽ ഒരു റിട്ടേൺ കൂടെ ഫയൽ ചെയ്യണം. ആ റിട്ടേണിൻ്റെ പേരെന്താ? GSTR3B എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തു, നമ്മുടെ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അടച്ചു, പക്ഷേ പൈസ അടച്ചോ ഇല്ല. പൈസ അടയ്ക്കുന്ന റിട്ടേൺ ആണ് GSTR3B. നമ്മുടെ പേയ്മെൻറ്റ് GST പേ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR3B. പിടിയോ? അപ്പോൾ GSTR1ഉം GSTR3B. ഇതിനിടയ്ക്ക് വേറൊരു സാധനമുണ്ട്, GSTR2B എന്ന് വേണമെങ്കിൽ പറയാം. GSTR2 ഉണ്ട്. 2നെ നമ്മൾ സബ്സ്യൂംഡ് ആക്കിയിട്ടാണ് GSTR2B കൊണ്ടുവന്നിരിക്കുന്നത്. GSTR2B. ഇനി ഇവിടെ നടക്കാൻ പോണ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ GSTR1 ഫയൽ ചെയ്യുക, അതായത് ആദ്യമേ നമ്മുടെ ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈ ഇല്ലേ, നമ്മൾ നടത്തിയ സപ്ലൈയുടെ ഡീറ്റെയിൽസ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ GSTR1 ഫയൽ ചെയ്യാം. ഈ 1 ഫയൽ ചെയ്യാൻ നേരത്ത് നമ്മൾ ആർക്കൊക്കെ വിറ്റോ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് അതിനകത്ത് കയറിപ്പോവും. അവരുടെ എല്ലാം ഡീറ്റെയിൽസും അതിനകത്ത് കയറിപ്പോവും. അതായത് ഞാൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ വിറ്റ് കഴിഞ്ഞാൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ പാൻ നമ്പർ, GST ഡീറ്റെയിൽസും കാര്യങ്ങളും, എത്ര രൂപയ്ക്കാണ് സപ്ലൈ നടത്തിയത്, അതിന് GST എത്ര, CGST എത്ര, IGST എത്ര, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ബിൽ വൈസ് ഓരോ നടത്തിയ ട്രാൻസാക്ഷൻ വൈസ് നമുക്ക് GSTR1 അപ്ലോഡ് ചെയ്യാം. പിടിയോ? ഇനി മെയിനായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഇപ്പോൾ ഒരാൾക്ക് ഒരു മന്തിൽ ഒരു 100,000 ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. ഈ 1000 ട്രാൻസാക്ഷനിൽ ഒരു 5 എണ്ണോ 6 എണ്ണോ അല്ലെങ്കിൽ അങ്ങേറ്റം ഒരു 10 എണ്ണം ആയിരിക്കും രജിസ്റ്റേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നുള്ളത്. ബാക്കിയെല്ലാം രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കില്ല, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം സം ടോട്ടലായിരിക്കും നമ്മൾ GSTR1 കാണിക്കുന്നത്. ഈ രജിസ്റ്റേർഡ് പേഴ്സണിന് നടത്തിയ സപ്ലൈസ് എല്ലാം നമ്മൾ ഓരോ ബിൽ വൈസ് ഓരോ സിംഗിൾ എൻട്രി ആയിട്ട് നടത്തും. നടത്തില്ല, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സലിൽ ഇട്ടിട്ട് അതിനൊരു ഫോർമാറ്റ് ആക്കി ആ ഫോർമാറ്റ് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. സിമ്പിൾ കാര്യം, നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. ശരി, ഇനി നടക്കാൻ പോണായിട്ടെന്ന് പറയുമ്പോൾ, അതായത് അതായത് എല്ലാവർക്കും, എല്ലാ സപ്ലൈസിനും 10ാം തീയതി വരെ നമ്മൾ ഡേറ്റ് കൊടുക്കുക, എല്ലാവരും GSTR1 ഫയൽ ചെയ്യണം. അപ്പോൾ എല്ലാവരും GSTR1 ഫയൽ ചെയ്യുക. നമ്മുടെ രാഹുലും GSTR1 ഫയൽ ചെയ്യും. രാഹുൽ ആരുടെ എന്തെങ്കിലും കയ്യിൽ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളും GSTR1 ഫയൽ ചെയ്യും. അപ്പോൾ രാഹുൽ ആരുടെ എന്തെങ്കിലും കയ്യിൽ, അതായത് രാഹുൽക്ക് ഏതെങ്കിലും ഒരു സപ്ലയർ ഉണ്ടെങ്കിൽ ആ സപ്ലയർ GSTR1 ഫയൽ ചെയ്യുമ്പോൾ ആ 1-നകത്ത് ഓട്ടോമാറ്റിക്കലി രാഹുലിന് കൊടുത്ത ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ കയറിപ്പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ മെഷീനറി ആ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സപ്ലയർ GSTR1 10ാം തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി രാഹുലിൻ്റെ GSTR2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആവും. GSTR2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആവും. ഒന്നിനെ പറഞ്ഞേ, അതായത് നമ്മൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും 10ാമത്തെ ദിവസം, ഒരു മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 10ാമത്തെ ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ മന്ത്സിൻ്റെ കംപ്ലീറ്റ് സെയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GSTR1 ഫയൽ ചെയ്യണം.
ഫയൽ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കും. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ രാഹുലിന് ഒരു സപ്ലയർ ഉണ്ട്, അയാൾ GSTR 1 ഫയൽ ചെയ്തു. ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി രാഹുലിൻ്റെ പാൻ നമ്പറൊക്കെ അടിച്ചിട്ടായിരിക്കും ഫയൽ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രാഹുലിൻ്റെ GSTR 2B അത് ഓട്ടോ പോപ്പുലേറ്റ് ആവും. എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി രാഹുലിൻ്റെ GSTR 2B റിഫ്ലക്റ്റ് ആവും. ഓക്കെ, 2B റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ രാഹുൽ എന്തെടുക്കാൻ പറ്റൂ, ITC എടുക്കാൻ പറ്റൂ. 2B റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ രാഹുൽ എന്തെടുക്കാൻ പറ്റൂ, ITC എടുക്കാനായിട്ട് പറ്റൂ. പിടിയോ, മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ല. ശരി, ഇനി ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ നോക്കി, നമ്മൾ നേരത്തെ 3 ലെഡ്ജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, അതുപോലെ ലൈബിലിറ്റി ലെഡ്ജർ. രാഹുൽ GSTR 1 ഫയൽ ചെയ്യും. രാഹുൽ എന്ത് ഫയൽ ചെയ്യും? GSTR 1 ഫയൽ ചെയ്യുമ്പോൾ അവൻ നടത്തിയ ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് ഒക്കെ അല്ലേ വരിക. സെയിൽസിൻ്റെ എമൗണ്ട് വെച്ച് നോക്കിയിട്ട് എത്ര രൂപയാണ് ടാക്സ് പേ ചെയ്യാനുള്ളത് എന്നുള്ള അവൻ്റെ ലൈബിലിറ്റി എവിടെ ഉണ്ടാവും? നമ്മുടെ ഈ GSTR, നമ്മുടെ ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജർ ഉണ്ടാവും. അവൻ എത്ര CGST പേ ചെയ്യാണ്ട്, അതുപോലെ എത്ര SGST പേ ചെയ്യാണ്ട്, എത്ര UT GST പേ ചെയ്യാണ്ട്, എത്ര IGST പേ ചെയ്യാനുണ്ടെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൻ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ എവിടെ വരും? അവൻ്റെ ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജറിൽ വരും. അവൻ നടത്തിയ സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുമ്പോൾ അവൻ്റെ ലൈബിലിറ്റി ഓട്ടോമാറ്റിക്കലി എവിടെ വരും? നമ്മുടെ ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജറിൽ വരും. ഓക്കെ, അതുപോലെ അവൻ്റെ സപ്ലയേഴ്സ് GSTR 1 ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവൻ്റെ GSTR 2B എന്ത് ചെയ്യും? ഈ പറഞ്ഞ ലൈബിലിറ്റികളെല്ലാം ക്രെഡിറ്റ് ആവും. അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവും. അതായത് എത്ര രൂപയാണോ അവൻ ഓൾറെഡി അവർക്ക് പേ ചെയ്തിട്ടുള്ളത്, ആ പേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് അവർ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവൻ്റെ GSTR 2B ഓട്ടോ പോപ്പുലേറ്റ് ആവുകയും ചെയ്യും. അതുപോലെ അവനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻകം ടാക്സിൻ്റെ ക്രെഡിറ്റ്, നമ്മുടെ ITCയുടെ ക്രെഡിറ്റ് എവിടെ വന്ന് കിടക്കും? ഇൻകം ടാക്സിൻ്റെ ക്രെഡിറ്റ് അല്ല, ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എവിടെ വന്ന് കിടക്കും? അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് കിടക്കും. പിടിയോ, മനസ്സിലായോ? ഇനി ഒന്നും കൂടെ പറയുകയാണെങ്കിൽ അവൻ്റെ ടോട്ടൽ സെയിൽ നടത്തിയ സമയത്ത് പേ ചെയ്യേണ്ട GST 1 ലക്ഷമാണ്. പേ ചെയ്യേണ്ട GST എത്രയാണ്? 1 ലക്ഷമാണ്. പേ ചെയ്യേണ്ട GST എത്രയാണ്? 1 ലക്ഷം. അപ്പോൾ 1 ലക്ഷം രൂപ അവൻ പേ ചെയ്യണം. അവൻ്റെ ക്രെഡിറ്റ് ലെഡ്ജറിൽ അവന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് മറ്റേ അവൻ്റെ സപ്ലൈസ് GSTR 1 ഫയൽ ചെയ്തപ്പോൾ ഓട്ടോ പോപ്പുലേറ്റ് അവൻ്റെ GSTR 3B വന്നു. അത് നേരെ എന്ത് ചെയ്യും? അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവും. ആ എമൗണ്ട്, അത് അവൻ എടുക്കാൻ പറ്റുന്ന ITC, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ITC ആണ് 20,000 രൂപ. അപ്പോൾ ഇനി അവൻ ബാക്കി എത്ര രൂപ പേ ചെയ്യേണ്ടി വരും? 1 ലക്ഷമാണ് പേ ചെയ്യേണ്ടത്, 20,000 രൂപയുടെ ITC ഉണ്ട്, ബാക്കി 80,000 പേ ചെയ്യണം. ആ 80,000 നമ്മൾ GST പോർട്ടലിലേക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ പേ ചെയ്യുന്ന എമൗണ്ട് എവിടെ വരും? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വന്ന് കിടക്കും. പിടിയോ? അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്യുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ വന്ന് കിടക്കും. നമുക്ക് എത്ര ക്രെഡിറ്റ് ആണോ ഉള്ളത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വന്ന് കിടക്കും. നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജറിൽ ഉണ്ടാവും. ഒന്നിനെ പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണോ പേ ചെയ്യാനുള്ളത് ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജറിൽ ഉണ്ടാവും. നമുക്ക് എത്ര ക്രെഡിറ്റ് ആണോ കിട്ടുന്നത് അത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവും. നമുക്ക് എത്ര ക്യാഷ് നമ്മൾ പേ ചെയ്യുന്ന ക്യാഷ് അത് ഇവിടെ ഉണ്ടാവും, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഉണ്ടാവും. ഇനി എന്താ ചെയ്യുക? അവന് 1 ലക്ഷം രൂപയാണ് പേ ചെയ്യാനുള്ളത്. അവന് ക്രെഡിറ്റ് ആയിട്ട് എത്ര ഉണ്ട്? 20,000 ഉണ്ട്. അവന് ക്യാഷ് ആയിട്ട് എത്ര പേ ചെയ്തു? 80 പേ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ 0. അവൻ്റെ ടാക്സ് ലൈബിലിറ്റി 0 ആയി. സംഭവം മനസ്സിലായി? ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. പിടിയോ? അപ്പോൾ ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരു പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് പിന്നെ ഒന്നും കൂടെ കയറി വരും. പക്ഷേ നമ്മളിവിടെ പഠിച്ച് കഴിഞ്ഞു. എത്രയേ ഉള്ളൂ ഈ പരിപാടി. ഇനി തിയറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് 2-3 സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. പിടിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിരിക്കണം. അയാൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമ്മുടെ പാനൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ റെസിപ്പിയൻറ്റിൻ്റെ GSTR 2B വന്ന് നടക്കും. 2B വന്ന് നടക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ ലൈബിലിറ്റി ക്രെഡിറ്റ് ആവും. അവൻ്റെ ആ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൻ്റെ ലൈബിലിറ്റി ലെഡ്ജറിലെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ആവും. അത് അവന് യൂട്ടിലൈസ് ചെയ്യും. ഇതാണ് കഥ. ഇതാണ് ആക്ച്വലി നടക്കുന്ന സംഭവം. പിടിയോ? അപ്പോൾ GST എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വേണം? ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റ് വേണം. എന്താ? ഈ ഗുഡ്സ് ഞാനാണ് വാങ്ങിയത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ള ഒരു ഡോക്യുമെൻറ്റ് എൻ്റെ വേണം. എന്നാലേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രൂഫ്. രണ്ടാമത്, നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ GSTR 2B ഓട്ടോ പോപ്പുലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റൂ? ITC എടുക്കാനായിട്ട് പറ്റൂ. ഓക്കെ, കഴിഞ്ഞു. ശരി, ഈ കണ്ടീഷൻസ് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. നമുക്ക് മുന്നോട്ട് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം. അതുപോലെ അവന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ എന്ത് എലിജിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അവന് ആ പറഞ്ഞേക്കുന്ന ഗുഡ്സ് അവൻ ബിസിനസ്സിന് വേണ്ടി ഫർദർ സപ്ലൈ ചെയ്തിരിക്കണം. ചെയ്യണം. അതിൻ്റെ ടൈറ്റിൽ അവൻ്റെ കയ്യിലായിരിക്കണം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അവൻ ആക്ച്വലി മേടിച്ചിരിക്കണം. പിടിയോ? ഓക്കെ, മനസ്സിലായി. അത് മാത്രമല്ല, അതിൻ്റെ ക്രെഡിറ്റ് എവിടെ വരണം? ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജറിൽ വരണം. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരണം. ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ ലൈബിലിറ്റി ലെഡ്ജറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കഴിഞ്ഞോ? 16(1) കണ്ടീഷൻസ് കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടേബിൾ കിടപ്പുണ്ട്, അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 16(2)ൽ വീണ്ടും കുറേ കണ്ടീഷൻസ് ഉണ്ട്. 16(2)ൽ 16(1)ൽ ആദ്യം അതിൻ്റെ ബേസിക് എലിജിബിലിറ്റിയാണ് പറഞ്ഞത്. ഒരാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം, അയാളിൽ വാങ്ങിയ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ്, അവൻ്റെ ഓണർഷിപ്പ് അവൻ്റെ ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ആ മേടിക്കുന്ന ഗുഡ്സോ സർവീസോ അവൻ യൂസ്ഡ് ഫോർ ബിസിനസ് പർപ്പസ്, അത് ഒന്നെങ്കിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. അത് മാത്രമല്ല അതിൻ്റെ ക്രെഡിറ്റ് എവിടെ വരണം? അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ വരണം. ഓക്കെ, ശരി, സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ 16(2)ലുള്ള കണ്ടീഷൻസ് പഠിക്കാം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. സിമ്പിൾ കണ്ടീഷൻസ് ആണ് കേട്ടോ. നമ്മൾ ഇത്രയും മനസ്സിലാക്കി, ഞാൻ ഈ പറഞ്ഞ കഥകളൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. കണ്ടീഷൻസ് കുറേ കാര്യങ്ങൾ. വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സെഷൻ, നോ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി എൻറ്റൈറ്റിൽ ഫോർ ദ ക്രെഡിറ്റ്. അതായത് ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് മാത്രമേ ക്രെഡിറ്റ് കിട്ടൂ, അത് നമ്മൾ മുകളിൽ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ നോക്കിയോ, അവൻ്റെ കയ്യിൽ ഒരു ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം. അവൻ്റെ കയ്യിൽ ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതർ ടാക്സ് പേയിങ് ഡോക്യുമെൻറ്റ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഞങ്ങൾ വേറെ കുറച്ച് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതെങ്കിലും കയ്യിലുണ്ടായിരിക്കണം. ഒന്നുകിൽ അവൻ്റെ ടാക്സ് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ശരി, ഞാൻ ഇവിടെ ചോദിക്കട്ടെ, എന്താണ് ഡെബിറ്റ് നോട്ട്? ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 100 ഗുഡ്സ് വാങ്ങി. നിങ്ങൾക്ക് നമ്മുടെ സപ്ലയർ ബില്ല് അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്ത സമയത്ത് 100 പകരം 90 മാത്രമേ അയച്ചോളൂ. 90 എണ്ണം മാത്രമേ അയച്ചോളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്കൊരു 10 എണ്ണം കിട്ടാനുണ്ട്, 10 എണ്ണത്തിന് എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഒരു 10 എണ്ണവും എലോങ് വിത്ത് ഒരു ഡെബിറ്റ് നോട്ടും അയക്കും. അതായത് ടാക്സ് ഇൻവോയ്സിന് പകരം ചില സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. എനിക്കറിയാം ഡെബിറ്റ് നോട്ട് എന്തറിയാം, ക്രെഡിറ്റ് നോട്ടും അറിയാം. നമ്മൾ തിരിച്ച് അങ്ങോട്ട് സെയിൽസ് റിട്ടേൺ നടത്തുമ്പോൾ റെസിപ്പിയൻ്റ് തന്നെ ചെയ്യുന്ന സാധനമാണ് ക്രെഡിറ്റ് നോട്ട്. അതൊക്കെ നിങ്ങൾക്കറിയാം. ശരി, അപ്പോൾ ഒന്നെങ്കിൽ ടാക്സ് ഇൻവോയ്സ് നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ എന്ത് വേണം? ഡെബിറ്റ് നോട്ട് വേണം. ഒന്നെങ്കിൽ ടാക്സ് ഇൻവോയ്സ് വേണം, അല്ലെങ്കിൽ നമ്മുടെ എന്ത് വേണം? ഡെബിറ്റ് നോട്ട് വേണം. അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള വേറെ പ്രിസ്ക്രൈബ് ചെയ്ത കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് വേണം. ശരി, അങ്ങനെയാണെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ദാ ഇവിടെ കിടപ്പുണ്ട് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ്. കിടക്കണം ഒരു റൂളിൻ്റെ ഫസ്റ്റ് ക്ലോസ് പറയുന്നതാണ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെയാണ് പ്രിസ്ക്രൈബ്ഡ് ഡോക്യുമെൻറ്റ്സ്? ഒന്നാമത്തത് ആൻ ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ഓഫ് ഗുഡ് സർവീസ് ഓർ ബോത്ത്. അതായത് നമ്മുടെ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ്. ശരി, രണ്ടാമത്തത് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ഡെബിറ്റ് നോട്ട് അല്ലേ, സപ്ലയർ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഇൻവോയ്സ് നമുക്ക് ഉപയോഗിക്കാം, ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കാം, ഞങ്ങൾക്ക് അറിയാം. അടുത്തത് ഇൻവോയ്സ് ബൈ ദ റെസിപ്പിയൻ്റ് അണ്ടർ RCM. ഞാൻ പറഞ്ഞില്ലേ, RCM-ലാണെങ്കിൽ റെസിപ്പിയൻ്റ് തന്നെയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നത്. സപ്ലയർ തരുന്ന ഡോക്യുമെൻറ്റ് നമുക്ക് ഈ ടാക്സ് ഇൻവോയ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അത് ബിൽ ഓഫ് സപ്ലൈ മാത്രമാണ്. അപ്പോൾ റെസിപ്പിയൻ്റ് ടാക്സ് അടയ്ക്കുമ്പോൾ റെസിപ്പിയൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ആ ഡോക്യുമെൻ്റ് ആയാലും മതി. അടുത്തത് ബിൽ ഓഫ് എൻട്രി. എന്താ ബിൽ ഓഫ് എൻട്രി അല്ലേ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോമ്പോഷൻ RCM-ൽ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ? അല്ലല്ലോ, അത് ബിൽ ഓഫ് സപ്ലൈ, ഇത് ബിൽ ഓഫ് എൻട്രി. അതായത് കസ്റ്റംസിൽ നമ്മളൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പേ ചെയ്യുന്ന ബേസിക് കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം പേ ചെയ്യുന്ന IGSTക്കും ക്രെഡിറ്റ് എടുക്കാം. എങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റും? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും IGST പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻ്റ് ആണ് ബിൽ ഓഫ് എൻട്രി. കസ്റ്റംസിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ ബിൽ ഓഫ് എൻട്രി കയ്യിലുണ്ടെങ്കിൽ മതി, കുഴപ്പമില്ല. അടുത്തത് റിവൈസ്ഡ് ഇൻവോയ്സ്. എന്താണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് പറയാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ രാഹുലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, രാഹുലാണ് സത്യത്തിൽ പ്രശ്നക്കാരൻ. രാഹുലിനെ കൊണ്ട് നമ്മൾ ടാക്സ് അടപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ GSTയുടെ പരിപാടി കഴിഞ്ഞു. എന്താ സംഭവം നോക്കി, രാഹുൽ എപ്പോൾ തൊട്ടാ, അതായത് നമ്മൾ ഈ പറഞ്ഞ ജാനുവരിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഫെബ്രുവരിയിൽ കുഴപ്പമില്ല, മാർച്ചിന് 1 ലയബിൾ ഫോർ രജിസ്ട്രേഷൻ ആയി. അപ്പോൾ രാഹുൽ മാർച്ച് 1 മുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? GST കളക്ട് ചെയ്യും. അല്ലെങ്കിൽ മാർച്ച് 1 മുതൽ രാഹുൽ എന്ത് ചെയ്യും? ആൾക്കാരുടെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യും. പക്ഷേ രാഹുലിന് GST ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം GST ഇൻവോയ്സ് കൊടുക്കണമെങ്കിൽ അവൻ്റെ GST നമ്പർ അതിൽ വേണം. അതിനകത്ത് വേറെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് അവൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ കിട്ടൂ. രജിസ്ട്രേഷൻ എന്നാണ് അവന് കിട്ടുന്നത്? ഏപ്രിൽ 1. അപ്പോൾ മാർച്ച് മാസം കംപ്ലീറ്റ് നടത്തുന്ന സെയിൽസിന് അവന് ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് എന്താ ചെയ്യുക? രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയതിനു ശേഷം അവൻ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. എന്ത് കൊടുക്കും? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. പിടികിട്ടിയോ? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. പിടികിട്ടിയോ? അപ്പോൾ രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങിക്കൊണ്ട് പോയ റെസിപ്പിയൻസ് ഇല്ലേ, അവർക്ക് ഇൻകം ടാക്സ് ക്രെഡിറ്റ് ഫയൽ ചെയ്യണമെങ്കിൽ ടാക്സ് ഇൻവോയ്സ് വരെ എന്ത് മതി? ഇപ്പോൾ ഈ രാഹുൽ ഏപ്രിൽ 1 രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം കൊടുത്ത റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് മതി. ഓക്കെ, ഈ കേസ് മാത്രമല്ല, പല സിറ്റുവേഷൻസിൽ നമുക്ക് ഇൻവോയ്സിന് പകരം റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ശരി, അതുപോലെ വേറൊരു സംഭവം ഉണ്ട്. എന്ത്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്താണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? ആ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് അതുണ്ടെങ്കിൽ നമുക്ക് ITC ക്ലീൻ ചെയ്യാം. ശരി, അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്താണ് ഈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ? അത് മാത്രം മനസ്സിലായില്ല, പറഞ്ഞുതരട്ടെ. അതായത് നമ്മളുടെ ഇപ്പോൾ ഡാർക്ക് ഫാൻറ്റസിയിലടാ, സൺഫീസ്റ്റ് ആണ് കമ്പനിയുടെ പേര്. സൺഫീസ്റ്റ് ഡാർക്ക് ഫാൻറ്റസി എന്ന് പറയുന്ന ആ ഒരു ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ള ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള ചോക്ലേറ്റും കുക്കീസും ഉള്ള ആ ഒരു കുക്കീസ്, ഒരു ക്രഞ്ചി കുക്കീസ്,
അകത്ത് ചോക്ലേറ്റ് ഉള്ളൊരു സാധനം അവരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അവരാണ് സെയിൽ ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ശരി. നിങ്ങൾ നോക്കി, ഈ പറഞ്ഞ ഡാർക്ക് ഫാൻറ്റസി എന്ന് പറയുന്ന ആൾക്കാർ എത്ര സ്റ്റേറ്റിലാണ് സെയിൽ ചെയ്യുന്നത്? കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സുകളായിട്ടുള്ള കേരള, തമിഴ്നാട്, കർണാടക, അതുപോലെ തെലുങ്കാന, ആന്ധ്ര, ഇവർക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഗോവ, മഹാരാഷ്ട്ര, പൂനെ, ഏതൊക്കെ കേരളം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ടോ ആ സ്റ്റേറ്റിലെല്ലാം ഇവർ എന്ത് പേ ചെയ്യുന്നുണ്ട്, എന്ത് സെയിൽ ചെയ്യുന്നുണ്ട്? ഈ ഡാർക്ക് ഫാൻറ്റസി സെയിൽ ചെയ്യുന്നുണ്ട്. ശരി. ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ ഷാറൂഖ് ഖാന് കൊടുത്തത് ഇപ്പോൾ ഒരു 100 കോടി രൂപയാണ്. 100 കോടി രൂപയാണ് കൊടുത്തത്. എത്ര കോടി രൂപ? 100 കോടി രൂപ. പിടിയോ? 100 കോടി രൂപയാണ് ഷാറുഖ് ഖാനെ ഈ പരസ്യത്തിൽ അഭിനയിക്കേണ്ടി കൊടുത്തത്. നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും അവരുടെ സൈറ്റിൽ കയറിയിട്ട് കുറച്ച് AI ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ പരസ്യത്തിൽ ഷാറുഖ് ഖാൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, പോട്ടെ. അപ്പോൾ ഷാറുഖ് ഖാന് എന്താ 100 കോടി രൂപയ്ക്കാണ് ഇവർ എന്ത് ചെയ്തത്? 100 കോടി രൂപ കൊടുത്തിട്ടാണ് ഷാറുഖ് ഖാൻ എന്ത് ചെയ്തത്? ഈ പരസ്യത്തിൽ അഭിനയിച്ചത്. ഈ 100 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 90 കോടി രൂപ ഷാറുഖ് ഖാൻ്റെ ചാർജസും 10 കോടി രൂപ GST ആണ്. 10 കോടി രൂപ GST ആണ്. സപ്പോസ് ഞാൻ ടാക്സ് പെർസെൻറ്റേജ് ഒന്നും എടുക്കുന്നില്ല, ചുമ്മാ വെറുതെ പറയാം. അപ്പോൾ ഷാറുഖ് ഖാൻ എന്താ? ഷാറുഖ് ഖാൻ രജിസ്റ്റേർഡ് പേഴ്സണാണ്. ഷാറുഖ് ഖാൻ ഒരു ആക്ടറാണ്, ഒരു സർവീസ് പ്രൊവൈഡറാണ്. അയാളുടെ എന്ത് സ്കില്ല് കൊണ്ട് ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റെമ്യൂണറേഷൻ്റെ പുറത്ത് ഷാറുഖ് ഖാൻ GSTയും കൂടി പേ ചെയ്യേണ്ടി വരും. അത് കമ്പൽസറിയാണ്. അപ്പോൾ ഷാറുഖ് ഖാൻ ഒരു 100 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 100 കോടി രൂപയുടെ GST എത്രയാണോ അത് കാൽക്കുലേറ്റ് ഷാറുഖ് ഖാൻ എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടി വരും. കിട്ടിയോ? അപ്പോൾ നമ്മൾ 90 കോടി പ്ലസ് 10 കോടി 100 കോടി പേ ചെയ്തു. ഈ സൺഫീസ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ഹെഡ് ഓഫീസ് ആയിരിക്കും മിക്കവാറും ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഹെഡ് ഓഫീസിലാകെ വെറും ഒരു 5 കോടി രൂപയുടെ സെയിൽ മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ 5 കോടി രൂപയുടെ GST എത്രയാണോ അത്രയും GSTക്ക് മാത്രമാണ് ഈ പറഞ്ഞ 10 കോടിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലടാ. അതായത് ഹെഡ് ഓഫീസിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള എന്തുണ്ട്? ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിടപ്പുണ്ട്. എത്ര? 10 കോടി രൂപ. പക്ഷേ ആ 10 കോടി രൂപ ഇവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഹെഡ് ഓഫീസിൽ മാത്രമാണോ സപ്ലൈ നടക്കുക? ഇല്ല, ഓരോ സ്റ്റേറ്റിലും സപ്ലൈ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഈ പറഞ്ഞ ITC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഹെഡ് ഓഫീസ് ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സപ്ലൈയിൽ മാത്രമേ ഇവർക്ക് ഇത് കുറച്ച് കളയാനായിട്ട് പറ്റൂ. കാരണം GST രജിസ്ട്രേഷൻ ഓരോ സ്റ്റേറ്റ് വൈസിലാണ്. ഓരോ സ്റ്റേറ്റിലും അവർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. പിടിയോ? അപ്പോൾ കേരളത്തിൽ നടത്തുന്ന സപ്ലൈയിൽ നിന്നും ഇവർക്ക് ഈ പറഞ്ഞ ITC കുറയ്ക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ഡൽഹി ബ്രാഞ്ചിനെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യും. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, വേറെ കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വളരെ മിനിമൽ സെൻസിൽ മാത്രമേ പഠിക്കാനുള്ളൂ. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഡൽഹി ബ്രാഞ്ചിനെ ഇവർ എന്ത് ചെയ്യും? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ഡൽഹി ബ്രാഞ്ചിന് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ഒക്കെ വെച്ചിട്ട് കേരളത്തിന് എന്നാ പിടിച്ചോ ഒരു 2 കോടി, കർണാടക ഇന്ന് പിടിച്ചോ 2 കോടി, തമിഴ്നാട് ഇന്ന് പിടിച്ച 2 കോടി. അത് സെയിൽസിൻ്റെ ബേസിലും വേറെ പല അപ്പോഷൻ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൻ്റെ ബേസിലും ഇവർക്ക് ഈ പറഞ്ഞ ITC ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിൻ്റെ റീസൺ മനസ്സിലായോ? കണ്ടോ? ഷാറുഖ് ഖാനെ ഹെഡ് ഓഫീസിൽ നിന്ന് പരസ്യത്തിൽ അഭിനയിച്ചെങ്കിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാ സ്റ്റേറ്റിലും സെയിൽ നടന്ന ഷാറുഖ് ഖാൻ പരസ്യത്തിൽ അഭിനയിച്ച. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഈ പറഞ്ഞ ITC കുറച്ച് കളയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഹെഡ് ഓഫീസിനെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് അവർക്ക് ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റുകളിലേക്ക് ITC കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവർ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ് അതുണ്ടെങ്കിലും മതി. ഇപ്പോൾ ഒന്ന് പറഞ്ഞാ അതായത് ITC എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വേണം, ഒരു പ്രൂഫ് വേണം. 5 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും വേണം നമ്മുടെ കയ്യിൽ മതി. ഒന്ന് ടാക്സ് ഇൻവോയ്സ്, രണ്ടാമത്തെ ഡെബിറ്റ് നോട്ട്. ഇത് 2 ഇഷ്യൂ ചെയ്യുന്നത് ആരാ? സപ്ലയർ. മൂന്നാമത്തെ സാധനമാണ് നമ്മൾ തന്നെ ഈ റെസിപ്പിയൻ്റ് തന്നെ RCMൽ ടാക്സ് പേ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റ്. ശരി, അതായത് ഇൻവോയ്സ്. അടുത്തത് 4ാമത്തത് ബിൽ ഓഫ് എൻട്രി. എപ്പോഴാണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബിൽ ഓഫ് എൻട്രി. അടുത്തത് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് വിളിക്കാം. റിവൈസ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ. അടുത്തത് ഡോക്യുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഈ 5 കേസിൽ ഈ 5 ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെടുക്കാൻ പറ്റുക? ITC എടുക്കാനായിട്ട് പറ്റുക. ഓക്കെ, ശരി. ഒരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കുറച്ച് മുന്നേ നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു അമെൻമെൻറ്റാണ്. 2021 ബഡ്ജറ്റിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റാണ്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ക്ലാസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഫുള്ളി അപ്ഡേറ്റഡ് ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി, കൊണ്ടുവന്ന അമെൻമെൻറ്റ് എന്താ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദ ഡീറ്റെയിൽസ് ഓഫ് ഇൻവോയ്സ് or the debit note referred in the clause 1 has been furnished by the supplier in the statement of outward supply. അതാണ് GSTR 1 എന്ന് പറഞ്ഞാൽ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഫയൽ ചെയ്താൽ മാത്രം പോരാ. സച്ച് ഡീറ്റെയിൽസ് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ റെസിപ്പിയൻറ്റ് ഓഫ് സച്ച് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 37 ഷുഡ് റിഫ്ലക്റ്റ് ഓൺ ഹിസ് അല്ലെങ്കിൽ ഹെർ ടു ബി GSTR 2B. കണ്ടോ? അപ്പോൾ നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് എസ് ഔട്ട്വേർഡ് സപ്ലൈ, അവൻ്റെ ഔട്ട്വേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിലേക്ക് റിട്ടേൺ ഫർണിഷ് ചെയ്ത് ഫയൽ ചെയ്ത് GSTR 1 ഫയൽ ചെയ്യണം. ഫയൽ ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻവോയ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. അതുമാത്രമല്ല ഈ സാധനം നമ്മുടെ എവിടെ റിഫ്ലക്റ്റ് ചെയ്യണം? GSTR 2Bയിൽ റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റൂ? ITC എടുക്കാനായിട്ട് പറ്റൂ. No ITC is available if the supplier has not reported the invoice in GSTR 1 ആൻഡ് ഓൾസോ നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ 2B. കണ്ടോ, നമ്മുടെ ഈ സപ്ലയറല്ലേ, ഈ സപ്ലയർ നമ്മളുടെ ട്രാൻസാക്ഷൻ നടത്തിയ ആ ഇൻവോയ്സ് GSTR 1 കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ 2Bയിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ? ഞാൻ പറഞ്ഞില്ലടാ, അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്, രജിസ്റ്റേർഡ് ബയർ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ബൾക്കായിട്ട് നമ്മൾ ഇപ്പോൾ 10 ലക്ഷം രൂപ സെയിലാണെങ്കിൽ ടോട്ടലി ലംസം എന്ന് പറഞ്ഞ് 10 ലക്ഷം കാണിക്കത്തേ ഉള്ളൂ. പക്ഷേ ആരെങ്കിലും അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഇൻഡിവിജ്വലി എൻ്റർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇൻഡിവിജ്വലി എൻ്റർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ 2Bയിൽ അത് റിഫ്ലക്റ്റ് ആവില്ല. അങ്ങനെ 2Bയിൽ റിഫ്ലക്റ്റ് ആവില്ലെങ്കിൽ ഈവൻ ദോ ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് നമുക്ക് എന്ത് കിട്ടത്തില്ല? ITC കിട്ടത്തില്ല. ഇൻവോയ്സ് കിട്ടിയാൽ പോലും ITC കിട്ടത്തില്ല. അപ്പോൾ എന്താ സംഭവം? പണ്ടിങ്ങനല്ലായിരുന്നു. അതായത് നമ്മുടെ സപ്ലയർ ഈ പറഞ്ഞ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്ന് വെച്ചോ, റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 20% കിട്ടും, മറ്റേ ഗുഡ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിൽ 25% കിട്ടും, മറ്റേതാണെങ്കിൽ 20% കിട്ടും. അതിനുശേഷം പുള്ളിക്കാരൻ റിട്ടേൺ ഫർണിഷ് ചെയ്തു അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്തി, അപ്പോൾ നമുക്ക് ഓരോ പെർസെൻറ്റേജ് വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കോംപ്ലക്സ് റൂളായിരുന്നു. അത് 8 എല്ലാം എടുത്ത് കളഞ്ഞിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ഒരു അടിപൊളി സംഭവമാണ്. എന്താ പറയുക, നിങ്ങളുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ ട്രാൻസാക്ഷൻ കയറിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആവും. 2Bയിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ITC യൂട്ടിലൈസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, മനസ്സിലായി? ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ശരി, അത് മാത്രമല്ല മൂന്നാമത്തെ റൂൾ എന്താ പറയുന്നത്? ഹി ഹാസ് റിസീവ് ദ ഗുഡ് സർവീസ് ഓഫ് ബോത്ത്. പുള്ളിക്കാരൻ ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം. പുള്ളിക്കാരൻ എന്ത് റിസീവ് ചെയ്തിരിക്കണം? ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ ഇതുവരെ പഠിച്ച കണ്ടീഷൻസ് എല്ലാം നമുക്കൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാം. ഒരു റെസിപ്പിയൻ്റ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സോ ഇൻപുട്ട് സർവീസോ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റ് അവൻ്റെ കയ്യിലുണ്ട്. ശരി, അവിടെ വെച്ച് നിർത്താം. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 എണ്ണം. ടാക്സ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻവോയ്സ്, അല്ലെങ്കിൽ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് അവൻ്റെ കയ്യിലുണ്ട്. ടൈറ്റിൽ അവൻ്റെ കയ്യിലുണ്ട്. ഇനി അത് മാത്രം പോരാ, അത് അവൻ്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിഫ്ലക്റ്റ് ചെയ്യണം. ഇനി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം. ആ ഫണ്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷൻ അതിനകത്ത് കയറിപ്പോകണം. അങ്ങനെ കയറിപ്പോകണമെങ്കിൽ നമ്മുടെ GSTR 2Bയിൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ആവും. അങ്ങനെ 2Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആവുകയാണെങ്കിലാണ് നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഈ പറഞ്ഞ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരും. ഓക്കെ, ഇത് മാത്രം പോരാ, ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്തിരിക്കണം. റിസീവ് ചെയ്തിരിക്കണം. പിടിയോ? അതെന്തുകൊണ്ടാണ് ഗുഡ്സ് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ക്ലോസ് വെച്ചേക്കുന്നത്? ഇല്ലെങ്കിൽ ആൾക്കാർ പറ്റിക്കും. ചുമ്മാ ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവരോട് പറയാം, എടാ എനിക്ക് ചുമ്മാ ഇങ്ങനെ ഒരു ബില്ല് ചെയ്താൽ ഞാൻ ആ ബില്ലിൻ്റെ പുറത്ത് ITC അങ്ങ് ക്ലെയിം ചെയ്യട്ടെ, എനിക്കൊരു ചെറിയ എമൗണ്ട് ഞാൻ തരാം, ഞാനങ്ങ് തരാം. പിടിയോ? ITC ക്ലെയിം ചെയ്യട്ടെ എന്ന് പറയും. അങ്ങനെ ട്രാൻസാക്ഷൻസിൽ ഫ്രോഡ് നടക്കും. അപ്പോൾ പറയാം, ഗുഡ്സ് നിങ്ങൾ റിസീവ് ചെയ്യും കൂടെ വേണം. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ആ പറഞ്ഞ ആക്ച്വൽ ട്രാൻസാക്ഷൻ ഒക്കെ അറിയിരിക്കണം. പിടിയോ? ഇനി അതിനൊരു എക്സംഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബിൽ ടു ഷിപ്പ് ടു മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ബിൽ ടു ഷിപ്പ് ടു മോഡൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതെവിടെ വരയ്ക്കാം? എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CA ക്ലാസ് ഉണ്ട്, CMA ഉണ്ട്, CS ഉണ്ട്, പിന്നെ നമ്മുടെ ഫോറിൻ കോഴ്സുകളുണ്ട്. അങ്ങനെ കുറേ കോഴ്സുകളുള്ള ഒരു ഭയങ്കര കൊമേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര വലുതാണ്. ഓരോ റൂമുകൾ മൊത്തം ഒരു 50 ക്ലാസ് റൂമുണ്ട്. നമുക്ക് എത്ര ക്ലാസ് റൂമുണ്ട്? 50 ക്ലാസ് റൂംസ് ഉണ്ട്. ഈ 50 ക്ലാസ് റൂംസിൽ നമുക്കൊരു പ്രൊജക്ടർ വേണം. പ്രൊജക്ടർ വേണം. ശരി, അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പ്രൊജക്ടർ മേടിക്കുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട്. ആ കടയുടെ പേര് ഇപ്പോൾ ABC കമ്മ്യൂണിക്കേഷൻ എന്ന കടയുടെ പേര്. ഞാൻ എന്ത് ചെയ്തു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു BenQ ബ്രാൻഡിൻ്റെ പ്രൊജക്ടർ നമ്മൾ സ്ഥിരം മേടിക്കുന്ന പ്രൊജക്റ്റിൽ അതൊരു 50 എണ്ണം വേണം. ഓക്കെ, ചേട്ടൻ പറഞ്ഞു, ഓക്കെടാ, എമൗണ്ട് അയക്കുകയും ഞാൻ നേരിട്ട് നമ്മുടെ സാധനം എത്തിച്ചേരാനുള്ള പരിപാടി നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര രൂപ? ഇപ്പോൾ സപ്പോസ് 20,000 രൂപയെന്ന് വെച്ചോ, 20,000 rupees. 20,000. അപ്പോൾ ടോട്ടൽ എത്ര രൂപയെ? ടോട്ടൽ 10 ലക്ഷം രൂപ. എത്ര രൂപയെ? 10 ലക്ഷം പ്ലസ് ഒരു GST, പ്ലസ് ഒരു 10% GST, പ്ലസ് എത്ര % GST? ഒരു 10% GST, ഒരു 1 ലക്ഷം രൂപ. എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ പുള്ളിക്കാരൻ എത്ര പേ ചെയ്യും? ഒരു 11 lakh rupees പേ ചെയ്യും. ശരി, ഇനി ഈ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് അറിയാമോ?
ഈ പറഞ്ഞ ABC ലിമിറ്റഡ് ഡയറക്റ്റ് ബെൻക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ സമീപിക്കും. എന്നിട്ട് പറയും അവിടെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ബൾക്കായിട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഈ ഓർഡർ ഒന്ന് സെറ്റാക്കി തരണം. അപ്പോൾ ബെൻക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് എനിക്ക് 50 പ്രൊജക്ടേഴ്സ് സപ്ലൈ ചെയ്യും. 50 പ്രൊജക്ടേഴ്സ് ഡയറക്റ്റ് എനിക്ക് സപ്ലൈ ചെയ്യും. പിടിയോ? ശരി. ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ, നമ്മുടെ ABC കമ്മ്യൂണിക്കേഷൻ ITC എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. ABC കമ്മ്യൂണിക്കേഷൻ ITC എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. അതായത് ABC കമ്മ്യൂണിക്കേഷൻ ITC എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം, പുള്ളിക്കാരൻ മേടിക്കുന്ന ഇൻപുട്ട് ഗുഡ്സ് ആണ് എന്ത്, ബെൻക്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ നിന്ന്. അപ്പോൾ ബെൻക്യൂ എന്ന് പറഞ്ഞ കമ്പനിയുടെ ABC ലിമിറ്റഡ് മേടിക്കണം, അല്ലെങ്കിൽ ABC കമ്മ്യൂണിക്കേഷൻ മേടിക്കണം, അവരെ നമുക്ക് സെയിൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ ABC കമ്മ്യൂണിക്കേഷൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രയുണ്ട്, 1 ലക്ഷം ഉണ്ട്. ഇപ്പോൾ ബെൻക്യൂ എന്ന് പറഞ്ഞ കമ്പനി ABC കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് കൊടുക്കുന്നത് ഇപ്പോൾ സപ്പോസ് ഒരു പ്രൊജക്റ്റിന് 10,000 രൂപയ്ക്കാണെങ്കിൽ ഇവർ ചാർജ് ചെയ്ത് എത്ര രൂപ, 10,000 × 50, 10,000 × 50 എത്ര വരാം, 5 ലക്ഷം. എത്ര വരാം, 5 lakh rupees. ഈ 5 lakh rupeesൻ്റെ GST 10% ഇപ്പോൾ GST ആണെങ്കിൽ 50,000 രൂപ GST. അപ്പോൾ ഈ 50,000 രൂപ പുള്ളിക്കാരൻ ITC ക്ലെയിം ചെയ്യണ്ടേ, 50,000 ITC ക്ലെയിം ചെയ്യണ്ടേ. നമ്മുടെ ABC ലിമിറ്റഡ് ബെൻക്യൂവിന് പൈസ കൊടുക്കും, പേയ്മെൻ്റ് ഒക്കെ ചെയ്യും. ബെൻക്യൂ നേരെ ABC ലിമിറ്റഡിന് ഗുഡ്സ് കൊടുക്കുന്നതിന് പകരം നമ്മുടെ കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്തു. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ പഠിച്ച കണ്ടീഷൻ എന്താ, ഒരു ഗുഡ്സിന് ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ എന്തിൻ്റെങ്കിലും ITC നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. ശരി, ABC ലിമിറ്റഡിൻ്റെ കയ്യിൽ ഇൻവോയ്സ് ഉണ്ട്, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അത് മാത്രമല്ല ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്തിരിക്കണം. പക്ഷേ ഈ പറഞ്ഞ കേസിൽ നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തോ ഇല്ല, നമുക്ക് പകരം ആരാ റിസീവ് ചെയ്തത്, നമ്മുടെ കസ്റ്റമർ ഡയറക്റ്റായിട്ടാണ് റിസീവ് ചെയ്തത്. പിടിയോ? അതായത് ബെൻക്യൂ എനിക്ക് തരുന്നിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ബെൻക്യൂ കസ്റ്റമറിനെ അങ്ങോട്ട് സപ്ലൈ ചെയ്തു. ഇതിനാണ് ബിൽ ടു ഷിപ്പ് ടു മോഡൽ എന്ന് വിളിക്കുന്നത്. ബില്ല് ചെയ്യുന്നത് ഒരാൾക്കായിരിക്കും, ഷിപ്മെൻറ്റ് ചെയ്യുന്നത് മറ്റൊരാൾക്കായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ABC കമ്മ്യൂണിക്കേഷൻ ITC എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. പറ്റും. അതാണ് ഇവിടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. എക്സ്പ്ലനേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് ക്ലോസ്, ഈ ക്ലോസിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ഇറ്റ് ഷാൾ ബി ഡീംഡ്, നമ്മൾ ഡീമിങ് ചെയ്യുക. ഡീമിങ് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങനെ ആക്കുക, അങ്ങനെയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യുക. എന്താ, ദാറ്റ് ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് റിസീവ്ഡ് ദ ഗുഡ്സ് വേർ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദ സപ്ലയർ ടു ദ റെസിപ്പിയൻറ്റ് ഓർ any other person on the direction of the registered person. രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ഡയറക്ഷനിൽ മറ്റാർക്കോ സപ്ലൈ ചെയ്തു, വെദർ ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓർ അതർവൈസ്. അയാൾ ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റമർ ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ. ബിഫോർ ഓർ ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ഒന്നുകിൽ ഗുഡ്സ് ട്രാൻസിറ്റിലായിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കൊടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് ആക്ച്വലി പേയ്മെൻറ്റ് തന്ന സമയത്ത് മറ്റൊരാൾ കൊടുക്കാൻ പറയുന്നു. എയ്തർ ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഓർ അതർവൈസ്. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിലും ഗുഡ്സ് റിസീവ് ചെയ്തതായിട്ട് നമ്മൾ ഡീമിങ് ചെയ്യും. ഡീമിങ് ഫിക്സ്ഡ് ആണ്, ഗുഡ്സ് റിസീവ് ചെയ്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ABC ലിമിറ്റഡിന് ABC കമ്മ്യൂണിക്കേഷന് ITC എടുക്കാൻ പറ്റുമോ? പറ്റും. ഇവിടെ അവന് 1 lakhൽ നിന്ന് 50,000 കുറച്ച് കളയാം. 1 lakhൽ നിന്ന് 50,000 കുറച്ച് കളയാം. ഓക്കെ, ശരി, മനസ്സിലായി. ഇപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സ് കുറേ പഠിച്ചു. കഴിഞ്ഞില്ല, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഒരു റൂൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. റൂൾ 36 സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ റൂൾ 36-നകത്ത് 5 ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയുന്നത്. ഇനി ആ ഡോക്യുമെൻറ്റ്സിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഡോക്യുമെൻറ്റിനകത്ത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കുറച്ച് റിക്വയർഡ്, അത് കമ്പൽസറി ആയിട്ടും ഒരു ഇൻവോയ്സ് ആണെന്ന് വെച്ചോ, നമ്മുടെ കയ്യിൽ ഒരു ഇൻവോയ്സ് ഉണ്ട്. ആ ഇൻവോയ്സിൻ്റെ ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും വേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആ ഇൻവോയ്സിനകത്ത് വേണം, ഉറപ്പാണ്. കമ്പൽസറി ആയിട്ടും ആ പറഞ്ഞ ഡീറ്റെയിൽസ് ഇൻവോയ്സിൽ വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു GST ഇൻവോയ്സ് കാണിച്ചു തരാം. ആ ഇൻവോയ്സിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇൻ എ ടാക്സ് ഇൻവോയ്സ് എന്ന് വെച്ചാൽ ആ ഡീറ്റെയിൽസ് പിക്ചറൈസ് ചെയ്ത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഈ കാര്യങ്ങൾ എഴുതി വെച്ചോളാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെടാ, ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഈ ടാക്സ് ഇൻവോയ്സ് ഉണ്ടോ, ഈ ടാക്സ് ഇൻവോയ്സ് ഇതൊരു GST ടാക്സ് ഇൻവോയ്സ് ആണ്. ഞാൻ നമ്മുടെ ബിസിനസ്സിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് ഒരു വെബ് ക്യാമറ വാങ്ങിയിരുന്നു, ഒരു വെബ് ക്യാം വാങ്ങിയിരുന്നു. ആ വെബ് ക്യാമിൻ്റെ ഡീറ്റെയിൽസ്, ആ വെബ് ക്യാം വാങ്ങിയ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനൊരു രജിസ്റ്റേർഡ് ബയറാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വെബ് ക്യാമറ വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആ ടാക്സ് ഇൻവോയ്സ്. ഈ ഇൻവോയ്സ് വെച്ചിട്ട് എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും, എനിക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ പുള്ളിക്കാരൻ ആരാണ്, നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം. അപ്പോൾ ഈ ഇൻവോയ്സ് കയറി പോകണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്യൂബിൽ റിഫ്ലക്റ്റ് ആയാൽ നമ്മുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ITC വരും. അങ്ങനെയാണെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ പറയുന്ന 5 മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഐറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ് വേണ്ടത്? ഒന്നാമത് ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് ഓഫ് ടാക്സ്. കണ്ടോ, ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് ഓഫ് ടാക്സ്. ടാക്സിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ടുണ്ടായിരിക്കണം. കണ്ടോ, ഇത് കൊടുക്കണം. ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട്, അതായത് എനിക്ക് ആ പറഞ്ഞ ഗുഡ്സ്, ഇത് ഗ്രോസ് എമൗണ്ട് ആണ്, അത് വിട്ടേക്ക്. അതായത് ടോട്ടലാണ് ഗ്രോസ് എമൗണ്ട്, അത് അവിടെ വിട്ടേക്ക്. അതായത് ടോട്ടൽ വാല്യൂ സപ്ലൈ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 1,855 രൂപ 08 പൈസയാണ്. ഓക്കെ, അതായത് 1,855 രൂപ 1,855 റുപ്പീസാണ് വാല്യൂ സപ്ലൈ.
ടാക്സബിൾ വാല്യൂ. അതിനോടൊപ്പം IGST ആണ് മേടിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ സാധനം വന്നിരിക്കുന്ന പുറത്തുനിന്ന്, കേരളത്തിൽ നിന്നല്ല, പുറത്തുനിന്ന് വന്നത്. അപ്പോൾ എന്ത് മേടിക്കും? IGST മേടിച്ചിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ്? 18% ആണ് IGST. ഇതാ കിടക്കുന്ന 18%. IGST എത്ര പെർസെൻറ്റേജ്? 18%. മേടിച്ചിട്ടുണ്ടോ? മേടിച്ചിട്ടുണ്ട്. ശരി. ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിനകത്തില്ലേ? ഉണ്ട്. അപ്പോൾ മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ് നമ്മുടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ആ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് 1 സാറ്റിസ്ഫൈഡ് ആണ്. ശരി. ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം സാറ്റിസ്ഫൈഡ് ആണ് നോക്കാം. നമ്മുടെ റിക്വയർമെൻറ്റ് നമ്പർ 2 ഈ ബില്ലിനകത്തുണ്ടോ നോക്കാം. ശരി. റിക്വയർമെൻറ്റ് നമ്പർ 2 എന്താണ്? രണ്ടത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ്. ആ മേടിക്കുന്ന ഗുഡ്സിൻ്റെ പ്രോപ്പർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ആ ഗുഡ്സ് എന്താണെന്ന് നമുക്ക് പ്രോപ്പർ ഈ ബില്ലിൽ നിന്ന് മനസ്സിലാവണം. നോക്കി, ആ ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ ബില്ല് തന്നിട്ടോ. നോക്കി, ഇതാ കിടക്കുന്ന രണ്ടാമത്തെ കാര്യം. ഇതാ നോക്കി, അതൊരു വെബ് ക്യാമറയാണ്. ആ വെബ് ക്യാമറയുടെ FSN കോഡ്, അതായത് ഒരു പ്രോപ്പർ കോഡിംഗ് ഉണ്ട്. ആ പ്രോപ്പർ FSN കോഡും അതുപോലെ HSN നമ്പറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എന്ത് കാര്യമാണ് മേടിക്കുന്നത് കണ്ടോ. റാപ്പോ C320 എന്ന് പറയുന്ന വെബ് ക്യാമാണ്. 2 years ഡൊമസ്റ്റിക് വാറണ്ടി, 2 years ഇന്ത്യൻ വാറണ്ടി ആ സാധനത്തിനുണ്ട് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് നമ്പർ 2 സാറ്റിസ്ഫൈഡ് ആയി. ശരി. ഇനി മൂന്നാമത്തെ ഐറ്റംസ് എന്താണെന്ന് നോക്കി. മൂന്നാമത്തെ ഐറ്റം നിങ്ങളുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്. ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ നേരത്തെ കണ്ടു. അതിൻ്റെ കൂടെ വാല്യൂ ഓഫ് സപ്ലൈ ഉണ്ട്. ഓക്കെ, വാല്യൂ ഉണ്ട്. അതുപോലെ GSTIN നമ്പർ ഓഫ് ദ സപ്ലയറും GSTIN നമ്പർ ഓഫ് ദ റെസിപ്പിയൻറ്റും. അതായത് GSTയിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ രജിസ്റ്റേർഡ് പേഴ്സണിനും ഒരു GSTIN നമ്പർ ഉണ്ടാവും. എന്നിട്ടും GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒരു യൂണിക് നമ്പറാണ്. ഒരാൾക്ക്, ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു നമ്പർ, ആ നമ്പർ വേറെ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ സപ്ലയറിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടാവണം, സപ്ലയറിൻ്റെ GSTIN നമ്പർ ഉണ്ടാവണം, റെസിപ്പിയൻ്റെ GSTIN നമ്പർ ഉണ്ടാവണം. ഓക്കെ, സപ്ലയറിൻ്റെ GSTIN നമ്പർ ഉണ്ടാവണം, റെസിപ്പിയൻ്റെ GSTIN നമ്പറും ഉണ്ടാവണം. ശരി. നോക്കി, നമ്മുടെ സപ്ലയർ ആരാന്ന് ഇവിടെ നോക്കി. അതുകൊണ്ട് സോൾഡ് ബൈ ആരാണ്? ടെക് കണക്ട് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് എനിക്കിത് വിൽക്കുന്നത്. ശരി. അവരുടെ ഷിപ്മെൻറ്റ് ചെയ്ത അഡ്രസ്സ് പ്രോപ്പറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അവർ എവിടുന്ന് ഈ സാധനം വിൽക്കുന്നത്? അവരിത് വിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം വിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എന്ത് മേടിച്ചാൽ? ITC മേടിച്ചത്. ഇനി നോക്കി, അവരുടെ GSTIN നമ്പർ ഉണ്ടോ? നടക്കുന്നത് അവരുടെ GSTIN നമ്പർ കണ്ടോ. ഓക്കെ. ഇനി റെസിപ്പിയൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ നോക്കാം. നോക്കി, റെസിപ്പിയൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ GSTIN നമ്പർ ഉണ്ടോ? ഉണ്ട്. ഇതാ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് GSTIN നമ്പർ. എൻ്റെ GSTIN നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ റിക്വയർമെൻറ്റ് ഉണ്ട്. പിടികിട്ടിയോ? ഇനി അടുത്തത് പ്ലേസ് ഓഫ് സപ്ലൈ ഉണ്ടാവണം. പ്ലേസ് ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഇവിടെ പ്രോപ്പറായിട്ടുണ്ട്. അവർ ബാംഗ്ലൂരാണ്, ഞാൻ കേരളമാണ്. എൻ്റെ അഡ്രസ്സ് ഞാനിപ്പോൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈയുടെ ഡീറ്റെയിൽസും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ IGST മേടിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതാണ് ഒരു ബില്ലിനകത്ത് വേണ്ട മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ്. പിടിയോ? ഇനി ഇതല്ലാണ്ട് നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ കണ്ടൻസ് ഇൻ എ ടാക്സ് ഇൻവോയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഇതിൽ ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ എഴുതാം. ഒരു ഇൻവോയ്സിന് എപ്പോഴും ഒരു ഇൻവോയ്സ് നമ്പർ ഉണ്ടായിരിക്കണം. ആ ഇൻവോയ്സ് എപ്പോഴും ആരാണോ സൈൻ ചെയ്യേണ്ടത് ആ പ്രോപ്പറായിട്ട് സൈൻ ചെയ്യേണ്ട ആൾ ഈ പറഞ്ഞ ഇൻവോയ്സ് പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിരിക്കണം. കണ്ടോ, ആ ഇൻവോയ്സ് പ്രോപ്പറായിട്ട് സൈൻ ചെയ്തിരിക്കണം. അതുണ്ട്. ഇനി ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട്. സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഉണ്ടോ? ഉണ്ട്. ഷിപ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ടോ? ഉണ്ട്. റെസിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ? റെസിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അതുപോലെ സപ്ലൈ ചെയ്യുന്ന ആളുടെ ടാക്സ് ഇൻവോയ്സ്, അയാളുടെ GSTIN നമ്പർ, ഇതുപോലുള്ള ഫുൾ ഡീറ്റെയിൽസും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? മനസ്സിലായി? ശരി. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത് നോക്കിയേ. നോ ITC ഷാൽ ബി അവൈലബിൾ ഇഫ് no ITC shall be availed if the tax paid by the supplier is fraudulent. നമ്മൾ ഫ്രോഡുലൻ്റ് ആയിട്ടാണ്, അതായത് എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചാണ് ITC എടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് ITC അവൈൽ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പിന്നെ അമെൻമെൻ്റ് ആണ് നോ ITC ഷാൽ ബി അവൈൽഡ്. ഈ താഴെ പറയുന്ന കണ്ടീഷനിൽ ITC അവൈൽ ചെയ്യില്ല. ഇത് ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല. ഈ അമെൻമെൻറ്റ് ഓൾറെഡി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. എന്താ? GSTR1 സപ്ലയർ ഫയൽ ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ GSTR2B റിഫ്ലക്റ്റ് ആയിരിക്കണം. GSTR2B അത് റിഫ്ലക്റ്റ് ആയിരിക്കണം. ശരി. അടുത്ത 2 പോയിന്റ് പറയുന്നത് വായിച്ചു നോക്കാം. Subject to the provision of Section 41, tax charged in respect of such supply has been actually paid to the government. കണ്ടോ, നമ്മുടെ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചേക്കുന്ന ആ ഒരു എമൗണ്ടിൽ GST എമൗണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് ആക്ച്വലി പേ ചെയ്തിരിക്കുകയും വേണം. അതുമാത്രമല്ല, ഹി ഹാസ് ടു ഫർണിഷ് ഹിസ് റിട്ടേൺ. അവൻ്റെ റിട്ടേൺ കൂടി ഫർണിഷ് ചെയ്യണം. ആ റിട്ടേണിനെ പറ്റി നമ്മൾ പഠിച്ചത് ഏതാ? GSTR1 വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, 10 ഡേയ്സിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റും കൂടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നോക്കി, വേർ ദ ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ലോട്ട്സ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. നമുക്ക് ഗുഡ്സ് ലോട്ട്സ് ആയിട്ടോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് പ്രോഡക്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ITC ക്ലെയിം ചെയ്യാൻ പറ്റൂ. ഇനി ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ ലോട്ടായിട്ടോ ആണ്. അങ്ങനെയാണെങ്കിലോ പറഞ്ഞുതരട്ടെ. അതായത് നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഒരു മൺചട്ടി 1000 മൺചട്ടി നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി നമുക്ക് എന്തോ പെർട്ടിക്കുലർ യൂസ് ഉണ്ട് ആ മൺചട്ടി വെച്ചിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി 1000 മൺചട്ടി ഓർഡർ ചെയ്തു.
അതിന് പേയ്മെൻറ്റ് കൊടുത്തു 10 lakh rupees. GST 10% ആണെങ്കിൽ 1 ലക്ഷം രൂപയാണ് എന്ത് വരുന്നത് GST വരുന്നത്. ആ 1 ലക്ഷം രൂപയ്ക്ക് ITC ക്ലെയിം ചെയ്തൂടെ? ക്ലെയിം ചെയ്യാം. എന്തൊക്കെ വേണം? നമ്മുടെ കയ്യിൽ ഇൻവോയ്സ് വേണം. ഓക്കെ, അവർ 10 ലക്ഷം രൂപയുടെ 1 lakh rupees GST ഉള്ള ഇൻവോയ്സ് എനിക്ക് തന്നു. ഇൻവോയ്സിൽ പ്രോപ്പർ ഡീറ്റെയിൽസ് വേണം. അതുപോലെ GSTR 1 പുള്ളിക്കാരൻ ഫയൽ ചെയ്യണം. ഓക്കെ, എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ്, ബാക്കി എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, ഗുഡ്സ് നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്ത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഇത് ലോട്ടായിട്ടാണ് ഗുഡ്സ് തരുന്നത്. പുള്ളിക്കാരൻ മൺചട്ടി ഉണ്ടാക്കും, അത് എല്ലാം സെറ്റായി വരുമ്പോൾ ഒരു 100 എണ്ണം സപ്ലൈ ചെയ്യും, പിന്നെ ഒരു 100 എണ്ണം സപ്ലൈ ചെയ്യും, പിന്നെ ഒരു 100 എണ്ണം സപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിട്ട്, അല്ലെങ്കിൽ ഓരോരോ ലോട്ടായിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് അറിയാം? ഏറ്റവും ലാസ്റ്റ് ലോട്ട് കിട്ടിയതിന് ശേഷം, ഏറ്റവും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ITC ക്ലെയിം ചെയ്യാൻ പറ്റൂ. കണ്ടോ? ദെൻ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ അവൈൽ, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺ ക്യാൻ ഒൺലി അവൈൽ ITC when the last lot അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് റിസീവ്ഡ്. ഏറ്റവും അവസാനത്തെ ലോട്ടോ അല്ലെങ്കിൽ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിടികിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇനിയുണ്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ ഒരു കുറച്ച് സിമ്പിൾ കാര്യങ്ങളും കൂടെ ഇന്നത്തെ പഠിക്കാനുണ്ട്. നോക്കി, ഈ നോട്ട് 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഐറ്റം നോക്കി. നോട്ട് 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഐറ്റം പറഞ്ഞുതരട്ടെ. ഓക്കെ, ശരി. ഞാൻ ആദ്യം ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിനുശേഷം നമുക്കത് വായിച്ച് നോക്കാം, അല്ലേ? ഇല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. കോൺസെപ്റ്റ് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഓക്കെ, എന്താ സംഭവം നോക്കാം. എന്നാൽ നമ്മുടെ സപ്ലയർ ശരി, ഇതാരാണ്? ഇത് നമ്മുടെ റെസിപ്പിയൻ്റ്. ഓക്കെ, സപ്ലയർ ഉണ്ട്, നമ്മുടെ റെസിപ്പിയൻ്റും ഉണ്ട്. ശരി, നമ്മുടെ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് റെസിപ്പിയൻ്റ് ഒരു 1 lakh rupees ഗുഡ്സ് പർച്ചേസ് ചെയ്തു. 1 lakh rupees ഗുഡ്സ് പർച്ചേസ് ചെയ്തൂടെ? ചെയ്യാം. സപ്പോസ് GST റേറ്റ് 10% ആണെങ്കിൽ എത്ര രൂപയായിരിക്കും GST പേ ചെയ്യേണ്ടി വരിക? 10,000 രൂപയാണ് പേ ചെയ്യേണ്ടി വരിക. ഓക്കെ, ശരി. എല്ലാം കൂടെ ചേർത്ത് 1,10,000 രൂപ. 1,10,000 rupees. 1,10,000 rupees ആണ് വരിക. ശരി, ഈ 1,10,000 rupees സെയിൽ നമ്മുടെ സപ്ലയർ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് സെയിലാണ്, കടത്തിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ പേയ്മെൻറ്റ് നടന്നിട്ടില്ല. ശരി, പേയ്മെൻറ്റ് നടക്കണമെന്നുള്ള നിർബന്ധമുണ്ടോ? നമ്മൾ ഇതുവരെ പഠിച്ച ഏതെങ്കിലും ക്ലോസിനകത്ത് റെസിപ്പിയൻറ്റ് സപ്ലയറിന് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റെസിപ്പിയൻറ്റ് സപ്ലയറിന് പേ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ക്രെഡിറ്റിന് കൊടുക്കാം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കണം, അയാളുടെ കയ്യിൽ ഗുഡ്സ് റിസീവ് ചെയ്യണം, മറ്റേ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യണം. നമ്മുടെ സപ്ലയർ GSTR 1 ഫയൽ ചെയ്തു, 3B ഒക്കെ ഫയൽ ചെയ്തു, എല്ലാം ഓക്കെയാണ്. GSTR 1 ഫയൽ ചെയ്യണം, നമ്മുടെ 2Bയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കണം. ഫുൾ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. എവിടെയും പേയ്മെൻറ്റ് ചെയ്യണമെന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടില്ലോ. ITC എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷനില്ല. ഗുഡ്സ് റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു, അതും ചെയ്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മുടെ റെസിപ്പിയൻ്റ് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. പേയ്മെൻറ്റ് നടത്താനായിട്ടൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ്, ഒരു ടൈം ലിമിറ്റ് നമ്മുടെ GST ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നുണ്ട് 180 days. നമ്മുടെ GST ആക്ടിൽ, നമ്മുടെ റൂൾസിൽ തന്നെ പറയുന്നുണ്ട് 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേ, നമ്മുടെ സപ്ലയർ എന്ത് ചെയ്യും? GSTR 1 ഫയൽ ചെയ്യും. ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ റെസിപ്പിൻ്റെ GSTR 2Bയിൽ അത് റിഫ്ലക്റ്റ് ആവും. GSTR 2Bയിൽ അത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ആവും. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ല. 2Bയിൽ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവൻ്റെ ക്രെഡിറ്റ് ലെഡ്ജറിൽ വരും. അവൻ ആ മന്തിൽ തന്നെ, ഏത് മന്തിലാണോ സാധനം വാങ്ങിയത്, നെക്സ്റ്റ് മന്ത്, ആ മന്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 10ാം തീയതിക്കാണ് നമ്മൾ GSTR 1 ഫയൽ ചെയ്യുന്നത്, 3B ഫയൽ ചെയ്യുന്നത് 20ാം തീയതി. അതിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും? ഇവൻ ഇതിൻ്റെ ഫുൾ ITC, ഈ 10,000 രൂപയുടെ ITCയും അവൻ ക്ലെയിം ചെയ്യും. 10,000 രൂപയുടെ ITCയും ക്ലെയിം ചെയ്യും. പക്ഷേ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. പേയ്മെൻറ്റ് നടത്തേണ്ട ഡേറ്റ് 180 ദിവസം. പേയ്മെൻറ്റ് നടത്തേണ്ട ഡേറ്റ് 180 ദിവസം. ഈ 180 ദിവസത്തിനുള്ളിൽ അവൻ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. സപ്പോസ് ഈ 180 ദിവസത്തിനുള്ളിൽ അവൻ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ, 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ റെസിപ്പിൻ്റെ എടുത്ത 10,000 rupees ITC ഇല്ലേ, ഈ 10,000 rupees ITC ഈ 180 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് GSTR 3B ഫയൽ ചെയ്യേണ്ടി വരത്തില്ലേ? അതായത് എന്നാണോ 180 ദിവസം കഴിയുന്നത്, അതിനുശേഷം ഇവൻ ഫയൽ ചെയ്യുന്ന GSTR 3Bയിൽ ഈ എടുത്തേക്കുന്ന 10,000 രൂപയും കൂടി ചേർത്ത് അവൻ പേ ചെയ്യേണ്ടി വരും. GST ഗവൺമെൻറ്റിലേക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വരും. വെറുതെ അല്ല, ഇൻറ്റു ഒരു 18% കൂടി കൊടുക്കേണ്ടി വരും. ഒരു 18% ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടി വരും. ഇതിനൊരു 18% ഇൻട്രസ്റ്റ് കൂടി കൊടുക്കേണ്ടി വരും. പിടികിട്ടിയോ? 18% ഇൻട്രസ്റ്റ് കൂടി കൊടുക്കേണ്ടി വരും. ശരി, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആ കണ്ടന്റ് എന്താ പറയുന്നത്? നമ്മുടെ സപ്ലയർ റെസിപ്പിൻ്റെ ഗുഡ്സ് കൊടുക്കുന്നത് ക്രെഡിറ്റിലാണ് കൊടുക്കുന്നത്. ആ ക്രെഡിറ്റ് പീരീഡ് നമ്മുടെ GST ആക്ടിൽ തന്നെ പറയുന്നത് 180 ദിവസമാണ് മാക്സിമം ക്രെഡിറ്റ് പീരീഡ്. ആ 180 ദിവസത്തിനുള്ളിൽ റെസിപ്പിൻ്റെ സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. സപ്പോസ് കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? സപ്പോസ് ഇയാൾ ഈ ക്രെഡിറ്റ് പീരീഡ്, ഈ പറഞ്ഞ 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ, ഓൾറെഡി അവൈൽ ചെയ്ത ITC ആയിട്ടുള്ള 10,000 rupees ഇല്ലേ, ആ 10,000 rupees അടുത്ത വരുന്ന GSTR 3Bയോടൊപ്പം എന്ത് ചെയ്യണം? അലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ് GSTR 3Bയോടൊപ്പം നമ്മൾ ഈ പറഞ്ഞ ITC റിവേഴ്സ് ചെയ്യണം. അലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ്. പിടികിട്ടിയോ?
മനസ്സിലായോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 180 ദിവസം കഴിഞ്ഞ് അവൻ ITC കൊടുത്തില്ല, നെക്സ്റ്റ് GSTR 3 റിട്ടേൺ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരനായി ഈ പറഞ്ഞ പേയ്മെൻ്റ് ആയിട്ടുള്ള 1,10,000 റുപ്പീസ് പേ ചെയ്തു തുടങ്ങി ചെയ്യാം. ഇപ്പോൾ അവൻ എലിജിബിൾ ഫോർ ITC ആയി. അങ്ങനെയാണെങ്കിൽ അവന് വീണ്ടും ഈ പറഞ്ഞ 10,000 റുപ്പീസ് ആയിട്ടുള്ള ITC ക്ലെയിം ചെയ്യാം. 10,000 റുപ്പീസ് ആയിട്ടുള്ള ITC ക്ലെയിം ചെയ്യാം. പേ ചെയ്ത ഇൻട്രസ്റ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? 18% ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ ഇനി പറ്റത്തില്ല. ഇതാണ് നമ്മൾ ആ റൂൾ എന്ന് പറയുന്നത്. ഒന്നിനെ പറഞ്ഞാൽ നമ്മുടെ സപ്ലയർ റെസിപ്പിയൻ്റ് ഗുഡ്സ് കൊടുക്കുന്നത് ക്രെഡിറ്റിലാണ്. ക്രെഡിറ്റ് പീരീഡ് മാക്സിമം അലോഡ് 180 ദിവസമാണ്. 180 ദിവസത്തിനുള്ളിൽ നമ്മുടെ റെസിപ്പിയൻ്റ് സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. സപ്പോസ് കൊടുത്തില്ലെങ്കിൽ ഓൾറെഡി അവൈൽ ചെയ്ത ITC നെക്സ്റ്റ് ഫയൽ ചെയ്യാൻ GSTR 3Bയോടൊപ്പം റിവേഴ്സ് ചെയ്തിരിക്കണം അലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ്. എന്നിട്ട് ഹി ക്യാൻ റീ അവൈൽ ദ സെയിം ITC. അവൻ എന്ത് ചെയ്യണം? ഈ നമ്മളിപ്പോൾ തിരിച്ച് റീപേ ചെയ്ത ITC റീ അവൈൽ ചെയ്യാൻ പറ്റും. എപ്പോഴാണ്? ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഇൻട്രസ്റ്റ് പോർഷൻ ക്യാൻ നോട്ട് ബി റീ അവൈൽഡ്. ഇൻട്രസ്റ്റ് പോർഷൻ നമുക്ക് റീവെയിൽ ചെയ്യാൻ പറ്റത്തില്ല, റീഫണ്ടും കിട്ടത്തില്ല, ITC ആയിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റത്തില്ല. പിടികിട്ടിയോ? മനസ്സിലായോ? ആ ഒരു പോയിൻ്റാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. നമ്മൾ പഠിച്ച ഐറ്റംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. വേർ ദ റെസിപ്പിയൻ ഫെയിൽസ് ടു പേ ദ സപ്ലയർ അതർ ദാൻ RCM വിത്തിൻ 180 ദിവസം ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഈക്വൽ ടു ദ ITC അവൈൽഡ് ബൈ ദ റെസിപ്പിയൻ്റ്, ഓൾറെഡി അവൈൽ ചെയ്തിട്ടുള്ളത്, ഷാൽ ബി ആഡഡ് ടു ദ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. അതവൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോടൊപ്പം ആഡ് ചെയ്യും എലോങ് വിത്ത് ഇൻട്രസ്റ്റ് ദർ ഓൺ 18%, 18% ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ആഡ് ചെയ്യും. ഇഫ് പെയ്ഡ് ആഫ്റ്റർ 180 ദിവസം, 180 ദിവസത്തിനുള്ളിൽ പേ ചെയ്ത് കഴിഞ്ഞാലോ ദെൻ ഹി ക്യാൻ എലിജിബിൾ ടു റീഗെയിൻ ഹിസ് ITC ഒക്കെ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരന് വീണ്ടും ITC എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട്, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഉള്ളി ITC ഇൻട്രസ്റ്റ് പോർഷൻ വിൽ നോട്ട് ബി അവൈൽഡ്. ഇൻട്രസ്റ്റ് പോർഷൻ അവൈൽ ചെയ്യാൻ പറ്റില്ല, അത് റീഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇഫ് പാർട്ട് പേയ്മെൻറ്റ് ആണ് നടത്തിയെങ്കിൽ ഇപ്പോൾ 1,10,000 പകരം 55,000 അടച്ചു. അങ്ങനെയാണെങ്കിൽ ഇവന് പ്രപ്പോർഷനേറ്റ് ITC ആയിട്ടുള്ള 5,500 രൂപ യൂസ് ചെയ്യാൻ പറ്റും. അല്ലടാ നമ്മുടെ നോക്കടാ, ഇപ്പോൾ സപ്പോസ് ഇങ്ങോട്ട് നോക്കിയേ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പേ ചെയ്യാനുള്ളത് എത്രയാണ്? 1,10,10,000 രൂപ. അതിന് പകരം 55,000 രൂപയാണ് എന്ത് ചെയ്തത്? പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവന് 5,000 റുപ്പീസിൻ്റെ ITC അവൈൽ ചെയ്യാൻ പറ്റും. കണ്ടോ? ടോട്ടലിൻ്റെ 50% ആണ് കൊടുത്തെങ്കിൽ ടോട്ടൽ ITCയുടെ 50% അവന് റീ അവൈൽ ചെയ്യാം. അത്രേ ഉള്ളൂ. കണ്ടോ? ദെൻ പാർട്ട് പേയ്മെൻറ്റ് ആണെങ്കിൽ ദെൻ ദ പ്രപ്പോർഷനേറ്റ് ITC ക്യാൻ ബി എലിജിബിൾ. പ്രപ്പോർഷനേറ്റ് ITC നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇഫ് ദ പേയ്മെൻറ്റ് ആഫ്റ്റർ 180 ദിവസം ഈസ് മ്യൂച്വലി എഗ്രീഡ് ബൈ ദ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയൻ, അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ ദ സെയിം പ്രൊവിഷൻ ഇസ് ആപ്ലിക്കബിൾ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് 180 ദിവസം പ്ലസ് ആണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്നാണ് സപ്ലയറും റെസിപ്പിയൻ്റ് എഗ്രി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ITC എടുക്കണമെങ്കിൽ 180 ദിവസത്തിൽ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. പിടിക്കും. സപ്ലയർ റെസിപ്പിയൻറ്റും 180 ദിവസം കഴിഞ്ഞിട്ട് മതി പേയ്മെൻറ്റ്. 1 ഇയർ ആണ് അവരുടെ ക്രെഡിറ്റ് പീരീഡ്. അങ്ങനെയാണെങ്കിൽ പോലും GST എടുക്കണമെങ്കിൽ, ITC എടുക്കണമെങ്കിൽ 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. പിടിയോ? ഇനി ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആരാ നോക്കി? സപ്ലൈ ഫോർ വിച്ച് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഇൻ RCM. RCMലാണ് പേയ്മെൻറ്റ് എടുത്തെങ്കിൽ ഇതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല. കാരണം RCMലാണെങ്കിൽ ഞാൻ തന്നെ ടാക്സ് അടയ്ക്കുന്നത്. സപ്ലയർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം ഇവിടെ ഡസൻ മാറ്റർ. അതുപോലെ സപ്ലൈസ് കവേർഡ് അണ്ടർ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 എന്താ? വിത്തൗട്ട് കൺസിഡറേഷൻ ഇല്ലെങ്കിലും സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൺസിഡറേഷനേ ഇല്ല, പിന്നെന്ത് ക്രെഡിറ്റ് പീരീഡ്? ഓക്കെ. അതുപോലെ തേർഡ് പാർട്ടി പേയ്മെൻറ്റ്. നമുക്കറിയാം തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഇന്നലെ പഠിച്ചില്ലേ? നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ തേർഡ് പാർട്ടി പേയ്മെൻറ്റ്, അപ്പോൾ അയാൾക്ക് എലിജിബിലിറ്റി ഇല്ല. ആ തേർഡ് പാർട്ടി പേയ്മെൻറ്റ് പിടിയോ? മനസ്സിലായോ? സിമ്പിൾ കാര്യമല്ലേ? ഓക്കെ, ശരി. ഇനി അടുത്തൊരു പോയിന്റ് നോക്കി. അടുത്ത ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ITC ഈസ് അലൗഡ് ഫോർ പർച്ചേസ് മെയ്ഡ് ഫോർ സെല്ലിംഗ് ടാക്സബിൾ ടു സീറോ റേറ്റഡ് സപ്ലൈ. അതായത് നമ്മൾ ഒരു ടാക്സബിൾ സപ്ലൈ നടത്തുകയാണ്. എവിടെയാണ്? ഒരു സപ്ലൈയോ അല്ലെങ്കിൽ പർച്ചേസോ സെയിലോ നടത്തുകയാണ്. സീറോ റേറ്റഡ് സപ്ലൈ, അതിന് ITC അവൈലബിൾ ആണ്. സീറോ റേറ്റഡ് സപ്ലൈക്കും ITC അവൈലബിൾ. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് സീറോ റേറ്റ് ആയി കൊടുക്കും. അതുപോലെ സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ നമ്മൾ പഠിച്ചില്ലേ? അത് രണ്ടും സീറോ റേറ്റഡ് ഗുഡ്സ്. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ നടത്തി കഴിഞ്ഞാലും നമുക്ക് ITC അവൈൽ ചെയ്യാം. പക്ഷേ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സണിന് പറ്റുമോ? ഇല്ല. അതുപോലെ ഹോളി എക്സംപ്റ്റഡ് സപ്ലൈ നടത്തുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ ITC അലോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവിടെ നോക്കി. ITC ക്യാൻ ബി അവൈൽഡ് ആസ് സൂൺ ആസ് ദ ഇൻപുട്ട് ഗുഡ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആർ റിസീവ്ഡ്. നോ നീഡ് ഫോർ വെയിറ്റിംഗ് ടിൽ ദ ഗുഡ്സ് ആർ ആക്ച്വലി യൂസ്ഡ് ഓർ സോൾഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ 10 ടൺ ടാറ്റ സ്റ്റീൽ 10 ടൺ സ്റ്റീൽ വാങ്ങി വെച്ചേക്കുക. 10 ടൺ സ്റ്റീൽ എന്ന് വരുന്നോ അന്ന് അവർക്ക് ഫുൾ ITC യൂസ് ചെയ്യാം. അല്ലാണ്ട് ആ സ്റ്റീൽ യൂസ് ചെയ്യണമെന്നോ ആ സ്റ്റീൽ ഫർദർ സെയിൽ ചെയ്യണമെന്നോ നിർബന്ധമില്ല. എന്നാണോ ആ പ്രോഡക്റ്റ് അവർ റിസീവ് ചെയ്യുന്നത് അന്ന് അവർക്ക് ഫുൾ ITCയും ആ ഒരു മന്തിൽ തന്നെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. പിടിയിട്ടോ? ഇനി നമുക്ക് ചെറിയൊരു 2-3 പോയിന്റും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ചെറിയൊരു 2 പോയിന്റ് കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെൻഡിങ് വെച്ച ഒരു ടേബിളുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ നമുക്ക് പഠിക്കാം. ഈ ടേബിളിനെ പറ്റി ഞാൻ പറഞ്ഞു യൂട്ടിലൈസേഷൻ ഓഫ് ITCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന്. അപ്പോൾ ആ 2 പോയിന്റ് കഴിഞ്ഞിട്ട് ഈ ടേബിളും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി, സംഭവം പറഞ്ഞുതരാം.
ആദ്യമേ നിങ്ങൾക്ക് ഞാൻ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അതിനുശേഷം നമുക്കിത് വായിക്കാം. നോക്കിക്കോ, എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഇൻകം ടാക്സ് പഠിച്ചതല്ലേ? പഠിച്ചതാ. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 32 എന്താ പറയുന്നത്? മറന്നുപോയി. ഡിപ്രിസിയേഷൻ നമ്മൾ പഠിച്ചല്ലടാ. സെക്ഷൻ 32 എന്താ പറയുന്നത്? ഡിപ്രിസിയേഷനാണ്. ഇൻകം ടാക്സിൻ്റെ ഡിപ്രിസിയേഷനാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു മെഷീനറി മേടിക്കുകയെന്ന് വെച്ചാൽ, നമ്മളൊരു മെഷീനറി മേടിക്കുകയാണ്, മെഷീനറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് 40% ഒരു ബ്ലോക്കിലാണ് വരുന്നത്. അവിടെ പഠിച്ചതാണ് നമ്മളിതൊക്കെ. 40% എന്ന് പറഞ്ഞ ബ്ലോക്കിലാണ് വരുന്നതെങ്കിൽ എല്ലാ വർഷവും 40% വെച്ചിട്ട് അതിൻ്റെ ലൈഫ് ഇപ്പോൾ 5 years ആണെങ്കിൽ 5 yearsലേക്ക് കുറച്ച് കളയാനായിട്ട് ഇൻകം ടാക്സിൽ സമ്മതിക്കും. ഓക്കെ അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ, ശരി. അവിടുത്തെ പ്രൊവിഷൻ നിങ്ങൾ മനസ്സിലായിക്കോ. നമ്മൾ 10 lakh rupees ഒരു മെഷീനറി മേടിക്കാം. 10 lakh rupees മെഷീനറി മേടിക്കണം. അതിൻ്റെ GST എന്ന് പറയുന്നത് എത്ര % ആയിരിക്കും? 10%. സിമ്പിൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ 1 lakh rupees. ഓക്കെ, ശരി. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് എത്രയാണ്? 11 lakh rupees. ഓക്കെ അല്ലേ? 11 lakh rupees. ശരി. ഇനി GSTയും ഇൻകം ടാക്സിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ പോവാം. നമ്മൾ ഈ പറഞ്ഞ 11 lakh rupeesനെയും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ 11 lakh rupees മെഷീനറി ആണെങ്കിൽ എന്താ ചെയ്തത്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 11 lakh rupeesനെ നിങ്ങൾ എന്ത് ചെയ്തു? 11 lakh rupeesനെ ഡെബിറ്റ് ചെയ്തു. അതായത് 11 ലക്ഷം രൂപയ്ക്ക് മെഷീനറി ക്രിയേറ്റ് ചെയ്തു. പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻകം ടാക്സിൽ ഈ പറഞ്ഞ 11 ലക്ഷം രൂപയ്ക്കായിരിക്കും എന്ത് ക്ലെയിം ചെയ്യുക? ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക. സംശയമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ITC നോട്ട് അലൗഡ്. 1 ലക്ഷം രൂപയുടെ ITC അലൗ ചെയ്യില്ല. പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് സെയിം എമൗണ്ടിന് 2 യൂട്ടിലൈസേഷൻ നമ്മൾ അലൗ ചെയ്യില്ല. സെയിം എമൗണ്ടിന് 2 ബെനിഫിറ്റ് കൊടുക്കാൻ നമ്മൾ അലൗ ചെയ്യില്ല. പകരം ഇവിടെ ആക്ച്വലി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അത് ടോട്ടൽ 11 lakh rupees ഇല്ലടാ, ടോട്ടൽ 11 ലക്ഷം രൂപയുണ്ട് അല്ലേ? ഈ 11 ലക്ഷം രൂപയെ നിങ്ങൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്താ? ഒന്നാമത്തെ അതിൻ്റെ GST പോർഷനായിട്ടുള്ള 1 lakh rupees, അതിൻ്റെ GST പോർഷനായിട്ടുള്ള 1 lakh rupees. രണ്ടാമത്തത് അതിൻ്റെ വാല്യൂ സപ്ലൈ, അതിൻ്റെ പ്രോപ്പർ വാല്യൂ എത്രയാണ്? ഒരു 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം അണ്ടർ സെക്ഷൻ 32. അണ്ടർ സെക്ഷൻ 32 ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യാം. ഈ പറഞ്ഞ 1 lakh rupeesന് ITC ക്ലെയിം ചെയ്യാം. അപ്പോൾ 1 lakh rupees നമ്മളിത് വാങ്ങിക്കുന്ന ആ മാസം തന്നെ ITC ക്ലെയിം ചെയ്യാം. ഈ 10 lakh rupees നമ്മൾ എന്ത് ചെയ്യാം? ഇൻകം ടാക്സിൽ പഠിച്ചതുപോലെ ഓരോ പ്രാവശ്യം 40%, അല്ലെങ്കിൽ റേറ്റ് പഠിച്ചിട്ടില്ലേ? ആ റേറ്റ് ഏതാണോ ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കളയാം. പിടികിട്ടോ? ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ സംഭവം ചെയ്യേണ്ടത്? ഇത് പല ഓഥേഴ്സും ആദ്യമേയൊക്കെ ഈ പറഞ്ഞ GST വന്ന സമയത്ത് പല ആൾക്കാരും ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് പല രീതിയിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻസൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ഇതാണ് സംഭവം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമ്മൾ GSTയും അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ സപ്ലൈ ഉണ്ടാവും. ഈ വാല്യൂ സപ്ലൈയുടെ മുകളിൽ മാത്രം ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ GSTക്ക് ITC കിട്ടും. സപ്പോസ് നമ്മൾ ഈ വാല്യൂ സപ്ലൈ പ്ലസ് GST ആണ് ക്യാപിറ്റലൈസ് ചെയ്ത് ആ ഫുൾ എമൗണ്ടിന് മുകളിൽ ഡിപ്രിസിയേഷൻ ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രൊഡക്റ്റിന്, ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന് നമുക്കൊരിക്കലും ITC അലൗഡ് അല്ല. കണ്ടോ? no ITC if depreciation is claimed on tax component of capital goods. കണ്ടോ? ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ടാക്സ് കമ്പോണൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ITC അലൗഡ് അല്ല. where the registered person has claimed a depreciation on tax component of cost of capital of goods or plant and machinery under the provision of Income Tax Act 1961, then the ITC on the said tax component is not available. Okay, ശരി. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? നോക്കി, ടൈം ലിമിറ്റ് ടു അവെയിൽ ITC അവെയിൽ ചെയ്യേണ്ട ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു മാസം ഇപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ നമുക്ക് മൊത്തം അവെയിൽ ചെയ്യാൻ പറ്റുന്ന ITC ഇപ്പോൾ 1 crore ഉണ്ടെന്ന് വെച്ചോ. 1 crore. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നിന്ന് കുറച്ച് കളയാം അല്ലേ? എത്ര നാൾ വരെ നമുക്ക് ഈ ITC യൂസ് ചെയ്യാം? കാരണം ആദ്യത്തെ മാസം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത്രയും സെയിൽ ഉണ്ടാവില്ല. നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കുറവായിരിക്കും, കുറച്ചേ കുറയ്ക്കാൻ പറ്റൂ. അടുത്ത മാസം കുറച്ചും കൂടെ കുറയ്ക്കാം, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ITC അവെയിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം ലിമിറ്റ്? അതായത് ലാസ്റ്റ് നമുക്ക് മാക്സിമം അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ITC ഈസ് നോട്ട് അവൈലബിൾ ആഫ്റ്റർ ദ ഫോളോയിങ്. ഈ താഴെ പറയുന്ന കാര്യം കഴിഞ്ഞാൽ പിന്നെ ITC അവൈലബിൾ അല്ല. ഇത് അമൻഡഡാ. ഈ ഫസ്റ്റ് പോയിന്റിന് പകരം
കഴിഞ്ഞ ലെക്ചർ വരെ പഠിച്ച ആൾക്കാർക്ക്, അതായത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ് വരെ കണ്ട ആൾക്കാർക്ക് വേറെ ആയിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പുതിയ അമെൻഡഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ITC ഈസ് നോട്ട് അവൈലബിൾ ആഫ്റ്റർ ദ ഫോളോയിങ്. താഴെ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം ഹാപ്പൻ ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നടന്നാൽ മതി, പിന്നെ ITC അവൈലബിൾ അല്ല. ഏതൊക്കെയാണ് സിറ്റുവേഷൻ നോക്കാം. 30th November following the end of the financial year in which such invoice off അല്ല such invoice or എന്താണ് ഡെബിറ്റ് നോട്ട് പെർടൈൻസ്. അടുത്തത് ഇതാണ് അമെൻഡഡ് പോയിന്റ്. അടുത്തത് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ശരി, പറഞ്ഞു തരട്ടെ. ഇതാ നോക്കിക്കോ, നമ്മുടെ ഇയർ 2023 2024 24 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ അല്ലേ? ഈ ഫിനാൻഷ്യൽ ഇയർ എന്ന് സ്റ്റാർട്ട് ചെയ്യും? April 1 സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എന്ന് തീരും? മാർച്ച് 31 അവസാനിക്കും. ഓക്കെ അല്ലേ? April 1 2023 സ്റ്റാർട്ട് ചെയ്യും, മാർച്ച് 31 2024 എൻഡ് ചെയ്യും. 2024 എൻഡ് ചെയ്യും. ഓക്കെ, ഇതിന് ടൈം ലിമിറ്റ് എന്താണെന്നറിയാമോ? ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട്, ഒന്നാമത്തെ ടൈം ലിമിറ്റ് ഇതാ, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട്, അതായത് 2023 24 എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന നവംബർ 30 2024. ഇതാണ് ഒന്നാമത്തെ ഡേറ്റ്. ഇനി രണ്ടാമത്തത്, GSTയിൽ നമ്മൾ ഈ പറഞ്ഞ മന്ത്ലി റിട്ടേൺ മാത്രമല്ല, ഈ എല്ലാ മന്ത്ലി റിട്ടേണും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ഫൈനൽ റിട്ടേൺ, ഒരു ആനുവൽ റിട്ടേൺ കൂടി ഫയൽ ചെയ്യണം. എന്ത് ഫയൽ ചെയ്യണം? ഒരു ആനുവൽ റിട്ടേൺ. ഈ ആനുവൽ റിട്ടേൺ എന്നാണോ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്താണെന്നറിയാമോ? ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്, അതായത് ഈ പറഞ്ഞ 2023 24 എന്ന് പറഞ്ഞ വർഷത്തിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 31 2024. അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2024-25 പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ December 31. ഇതാണ് ഡ്യൂ ഡേറ്റ്. ഈ ഡ്യൂ ഡേറ്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ഫയൽ ചെയ്ത ഡേറ്റ്, ആക്ച്വലി ഫൈൽഡ് ആനുവൽ റിട്ടേൺ. നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത ദിവസം, ഡ്യൂ ഡേറ്റ് അല്ല, തെറ്റിക്കരുത്, ഫയൽ ചെയ്ത ദിവസം. ഈ രണ്ട് ഡേറ്റിൽ വിച്ചവർ ഈസ് ഏർലിയർ, അന്ന് വരെയും നമുക്ക് ITC അവൈൽ ചെയ്യും. അന്ന് വരെയും ഒരു വർഷത്തിൻ്റെ ITC നമുക്ക് ആ വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് November 30 വരെയോ, അല്ലെങ്കിൽ ആ വർഷത്തിൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്ന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൈൽ ചെയ്യാൻ പറ്റും. ഒന്നിനെ പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ITC ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് November 30 വരെയോ, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന അന്ന് വരെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ITC യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ വിച്ചവർ ഹാപ്പൻസ് ഏർലിയർ, ആദ്യമേ സംഭവിക്കുന്ന ഏതാണോ അത്. ഓക്കെ, November 30th ഫോളോയിങ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ in which the invoice or debit note is pertained, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ ആനുവൽ റിട്ടേൺ. നോട്ട് ഡ്യൂ ഡേറ്റ് അല്ല. ആനുവൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 31. ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് അല്ല, എന്നാണോ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അന്ന്. ഇതിൽ വിച്ചവർ ഈസ് ഏർലിയർ. അന്ന് വരെയും നമുക്ക് ആ ഒരു ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റും? ITC ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കിട്ടിയോ? മനസ്സിലായോ? സിമ്പിൾ പോയിന്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പെൻഡിങ് വെച്ച ഒരൊറ്റ പോയിന്റ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൻഡിങ് വെച്ച പോയിന്റ് പഠിക്കാം. ഈ ഒരു ടേബിൾ, ഇത് സിമ്പിളാണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് എക്സാം എളുപ്പമാണെങ്കിൽ ഈ പറഞ്ഞ യൂട്ടിലൈസേഷൻ ഓഫ് ITCയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പിടികിട്ടിയോ? ശരി, എക്സാമ്പിൾ പറഞ്ഞുതരാം. ITC. ഓക്കെ, നമ്മുടെ അടുത്തത് ടാക്സ് ലയബിലിറ്റി. ശരി, അതായത് നമുക്ക് IGST ഉണ്ടാവും ITCയിൽ, അതുപോലെ CGST ഉണ്ടാവും ITCയിൽ, അതുപോലെ SGST ഉണ്ടാവും ITCയിൽ, അതുപോലെ UTGST ഉണ്ടാവും ITCയിൽ. നമുക്ക് UTGST ഇങ്ങനെ എഴുതണ്ട. UTGST നമുക്ക് SGST ഓർ UTGST ഇങ്ങനെ എഴുതാം. SGST ഓർ UTGST. കാരണം എസും യുവും സെയിമാണ്. എസ് പറയേണ്ടടുത്ത് യു പറയേണ്ടടുത്ത് എസ്, അത്രയും മാറ്റം സംഭവിക്കാറുള്ളൂ. ശരി, ഉണ്ടാവും. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതുപോലെ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലും എന്തുണ്ടാവും? IGST ലയബിലിറ്റി ഉണ്ടാവും, CGST ലയബിലിറ്റി ഉണ്ടാവും, അതുപോലെ SGST ഓർ UTGST ലയബിലിറ്റി ഉണ്ടാവും. കറക്റ്റ് അല്ലേടാ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കി, അതായത് എനിക്ക് IGSTയിലെ ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് എനിക്ക് IGSTയിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട് 10 lakh rupees, 10 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് IGSTയിലുണ്ട്. CGSTയുടെ ക്രെഡിറ്റ് ഉണ്ട് ഒരു 2 lakh rupees, SGSTയിലെ ക്രെഡിറ്റ് ഉണ്ട് ഒരു 2 lakh rupees. പിടികിട്ടിയോ? ഇനി നോക്കി, എനിക്ക് IGSTയിലെ തന്നെ ലയബിലിറ്റി വന്നു, ആ മാസം ലയബിലിറ്റി വന്നു ഒരു 5 lakh rupees. ഓക്കെ, CGSTയുടെ ലയബിലിറ്റി വന്നു ഒരു എത്ര വരാം? 6 lakh rupees.
അതുപോലെ SGSTയുടെ ലയബിലിറ്റി വന്നു 6 lakh rupees. ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിടികിട്ടിയോ? അപ്പോൾ നിങ്ങൾ നോക്കിയടാ, IGSTയുടെ ക്രെഡിറ്റ് എത്രയുണ്ട്? നമുക്ക് എത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാം? 10 ലക്ഷം എടുക്കാം. പക്ഷേ ഇവിടെ ആക്ച്വലി എത്രയേ ഉള്ളൂ? 5 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ 5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ എക്സസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ 2 ലക്ഷം ക്രെഡിറ്റ് ആണുള്ളത്, നമുക്ക് 6 ലക്ഷമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6ൽ നിന്ന് 2 കുറച്ചാൽ ബാക്കി 4 ലക്ഷം രൂപ പേ ചെയ്യണം. ഇവിടെ തന്നെ 2 ഉണ്ട്, 6 അടയ്ക്കണം. അപ്പോൾ ബാക്കി 4 ലക്ഷം രൂപ പേ ചെയ്യണം. അപ്പോൾ നോക്കി, 4 ലക്ഷം രൂപ ഇവിടെ പേ ചെയ്യാൻ വേണം. ഇവിടെ നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് ആയിട്ട് ബാക്കി എത്ര ലക്ഷം ഉണ്ട്? 5 ലക്ഷം രൂപ പെൻഡിങ് ഉണ്ട്. അല്ലേ, ഞാൻ പറഞ്ഞത് മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നടക്കാം. അപ്പോൾ ഈ പറഞ്ഞ ITC യൂട്ടിലൈസ് ചെയ്യാൻ, അതായത് നമ്മൾ സാധാ പഠിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ, IGST എന്ന് പറയാം, CGST എന്ന് പറയാം, SGST എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ നോർമലി ചിന്തിക്കും. പക്ഷേ ഇതിനൊരു റൂളുണ്ട്. ഇതിനെന്തുണ്ട്? റൂളുണ്ട്. ആ റൂളാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ റൂൾ എന്താണെന്നറിയാമോ? ഇതാണ് ഒന്നാമത്തെ റൂൾ. എന്ത്? 1 2 3. ഇതാണ് നിങ്ങളുടെ ഓർഡർ ഓഫ് പ്രിഫറൻസ്. നിങ്ങൾ എപ്പോഴും ആദ്യമേ IGSTയുടെ ക്രെഡിറ്റ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് CGSTയിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് SGSTയിലേക്ക് യൂട്ടിലൈസിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നാമത്തെ ഓർഡർ എന്താ? ആദ്യമേ IGST, ദെൻ CGST, ദെൻ SGST, ദെൻ UTGST. പിടികിട്ടിയോ? ഇനി ഇത് പഠിക്കാനുള്ള എളുപ്പവിദ്യ പറഞ്ഞു തരട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, നമ്മുടെ CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ അല്ലേ? സെൻട്രലിൽ ഭരിക്കുന്നത് ആരാ? നമ്മുടെ മോദിജിയാണ് സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നത്. ശരി. SGST എന്ന് പറഞ്ഞാൽ ആരാ? SGST എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റിൽ ആരാ ഭരിക്കുന്നത്? നമ്മുടെ പിണറായി സർക്കാരാണ് ഭരിക്കുന്നത്. ഓക്കെ, ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ചേരുമോ? അത് BJP ഗവൺമെൻറ്റും CPMൻ്റെ ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും ചേരുമോ? ഇവർ തമ്മിൽ ചേരൂല, ഒരിക്കലും ചേരൂല. അപ്പോൾ CGST SGST യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, SGST CGSTയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രോസ് യൂട്ടിലൈസേഷൻ ഓഫ് CGST ആൻഡ് SGST ആർ പ്രൊഹിബിറ്റഡ്. ക്രോസ് യൂട്ടിലൈസേഷൻ ഓഫ് CGST ആൻഡ് SGST ഈസ് നോട്ട് അലൗഡ്, അല്ലെങ്കിൽ ഈസ് നോട്ട് പെർമിസിബിൾ. പിടികിട്ടിയോ? അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ഓഫ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ CGSTയുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ CGST കൊടുക്കാൻ പറ്റില്ല, SGSTയുടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതും CGST കൊടുക്കാൻ പറ്റില്ല. പിടികിട്ടിയോ? അപ്പോൾ CGST STക്കും കൊടുക്കാൻ പറ്റില്ല, SGST CGSTക്കും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, സമ്മതിച്ചു, കുഴപ്പമില്ല. IGST ആരാന്നറിയോ? IGST ഇപ്പോൾ ഇത് ഞാൻ ഫണ്ണി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാറുണ്ടേ. ഒന്നാമത്തെ റൂൾ നിങ്ങളുടെ മനസ്സിലുണ്ടേ? നമ്മൾ പഠിച്ച റൂൾസ് പഠിക്കാം. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഓർഡറാണ്. ഓർഡർ എന്താ? ആദ്യമേ IGST, അത് കഴിഞ്ഞ് CGST, അത് കഴിഞ്ഞ് S or UTGST. കറക്റ്റ് അല്ലേ? ഇതാണ് ഓർഡർ. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എന്താ? CGST വേഴ്സസ് SGST നോട്ട് അലൗഡ്. കറക്റ്റ് അല്ലേ? നോട്ട് അലൗഡ്. ഇനി അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയോ? സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ നോക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? IGSTയുടെ ക്രെഡിറ്റ് എടുക്കണം. IGSTയുടെ ക്രെഡിറ്റ്, അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം നോക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണം. നമ്മൾ ആദ്യം നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി, IGST ആദ്യമേ IGSTയുടെ ക്രെഡിറ്റ് എടുത്ത് ആദ്യമേ ഫസ്റ്റ് എന്ത് ചെയ്യണം? IGSTക്ക് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞ് CGSTക്കും SGSTക്കും ഇൻ എനി പ്രപ്പോർഷൻ, ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. പിടികിട്ടിയോ? SGST എടുത്തു, CGST എടുത്തു. CGST SGST ആയിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ആരുമായിട്ട് മാത്രമേ പറ്റൂ? I ആയിട്ടും C ആയിട്ട് മാത്രമേ പറ്റൂ. അപ്പോൾ എനി പ്രപ്പോർഷനിലേക്ക് CGSTക്കും IGSTക്കും കൊടുക്കാം. അതുപോലെ SGST എടുത്തു കഴിഞ്ഞാൽ SGST CGST ആയിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ SGSTക്കും അതുപോലെ ITGSTക്കും ഇഷ്ടമുള്ള പ്രപ്പോർഷനായിട്ട് കൊടുക്കാം. പിടികിട്ടിയോ? മനസ്സിലായോ? കൺഫ്യൂഷനായോ? ഞാൻ ഒന്നുകൂടി പറയട്ടെ. ശരി, നമ്മൾ ഓർഡർ എപ്പോഴും സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക? CGSTയെ SGST ആയിട്ടും SGST CGST ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ മൂന്നാമത്തെ ഓർഡർ ചെയ്യാൻ പോവാം. ആദ്യം നമ്മൾ എന്തെടുക്കണം? IGST എടുക്കണം. IGST ഫസ്റ്റ് നമ്മൾ ആരുമായിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. IGST നമ്മൾ ഫസ്റ്റ് ആരുമായിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം? IGST ആയിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ആർക്കാ കൊടുക്കാം? CGSTക്കും കൊടുക്കാം, SGSTക്കും കൊടുക്കാം. S എന്ന് പറഞ്ഞാൽ അവിടെ ആരും വരും? UTGSTയും വരും. സിക്കും കൊടുക്കാം, എസിനും കൊടുക്കാം. ഏത് പ്രപ്പോർഷനിൽ? എനി പ്രപ്പോർഷൻ, ഏത് രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ IGST കഴിഞ്ഞു. IGST കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എങ്ങോട്ടേക്ക് പോകാം? CGSTയിലേക്ക് പോകാം. CGSTയിൽ SGST പറ്റുമോ? ഇല്ല. CGST ആർക്കാ കൊടുക്കാം? CGST IGSTക്കും കൊടുക്കാം, അതുപോലെ CGSTക്കും കൊടുക്കാം. ഏത് പ്രപ്പോർഷനിൽ? എനി പ്രപ്പോർഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ള? അത് കഴിഞ്ഞാൽ മൂന്നാമതുള്ള SGST അല്ലെങ്കിൽ ആര്? UTGST. ആർക്കൊക്കെ കൊടുക്കാം? IGSTക്കും കൊടുക്കാം, അതുപോലെ SGST UTGST കൊടുക്കാം. ഏത് പ്രപ്പോർഷനിൽ? എനി പ്രപ്പോർഷൻ.
പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ എനി പ്രപ്പോർഷനിൽ കൊടുക്കുകയാണെങ്കിലേ ആൻസർ മാറി വരില്ലേ? ആൻസർ മാറും. എല്ലാ ആൾക്കാരുടെ ആൻസർ മാറും. നിങ്ങൾ ഈ പറഞ്ഞ യൂട്ടിലൈസേഷൻ ഓഫ് ITC എന്ന് പറയുന്ന ഈ ഒരു സാധനം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ ആൻസറും നമ്മുടെ ആൻസറും തമ്മിൽ വ്യത്യാസപ്പെട്ടാലും രണ്ടുപേർക്കും ആൻസർ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ടാക്സ് ഏറ്റവും കുറച്ച് കൊടുക്കുക, ഒരാളുടെ ടാക്സ് ഏറ്റവും കുറച്ച് കൊടുക്കുക. ഏറ്റവും എത്ര ITC ഉണ്ടോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ റൂളുകളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് എത്ര ITC ഉണ്ടോ മാക്സിമം അത്രയും ITC യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് നമ്മുടെ റൂൾ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിലൊന്ന് പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ റൂൾ അനുസരിച്ചാണ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? IGSTയുടെ ക്രെഡിറ്റ് എടുക്കും. അത് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എഴുതി വെക്കാം. ടാക്സ് ലയബിലിറ്റി ഏതുണ്ട്? നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, എക്സാമിന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ടേബിൾ അങ്ങ് വരയ്ക്കാം. സിമ്പിളായിട്ടൊരു ടേബിൾ വരച്ചാൽ പരിപാടി കഴിയും. ഒരു ടേബിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ടേബിൾ. ഇവിടെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി ഇതാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടാക്സ് ലയബിലിറ്റിയിൽ എന്തൊക്കെ വരും? ആദ്യം എഴുതണം IGST, അത് കഴിഞ്ഞ് CGST, അത് കഴിഞ്ഞ് SGST, ഇവിടെ UTGST. ഇത് ഒരുമിച്ച് എഴുതാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ രണ്ടായിട്ട് എഴുതാം. ഓക്കെ, ശരി. സ്റ്റേറ്റ് വരുമ്പോൾ മിക്കപ്പോഴും UT വരില്ല. UT ഉള്ളപ്പോൾ സ്റ്റേറ്റ് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ രണ്ടും ഒരുമിച്ച് വേണം. ഇവിടെ നമുക്ക് ITC എഴുതാം. അതിൽ അവൈലായിട്ടുള്ള ITC എഴുതാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമുക്ക് എഴുതി വയ്ക്കാം. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി IGST എത്ര കൊടുക്കാം? IGST 5 ലക്ഷം ഉണ്ട്. 5 ലക്ഷം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി പോയാൽ പോരെ. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് എടുക്കാം. ക്രെഡിറ്റ് ഫസ്റ്റ് IGSTയുടെ ക്രെഡിറ്റ് എടുക്കാം. IGSTയുടെ ക്രെഡിറ്റ് നമ്മുടെ എത്രയുള്ള? IGSTയുടെ ക്രെഡിറ്റ് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഇവിടെ 10 lakhs ഉണ്ട്. 10 ലക്ഷം. ഈ 10 ലക്ഷം ക്രെഡിറ്റിനെ എടുത്ത് ആദ്യമേ ആർക്ക് കൊടുക്കണം? IGST ക്രെഡിറ്റ് ഫസ്റ്റ് IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ബാക്കി ഉണ്ടെങ്കിൽ CQSTക്കും പോകും. അപ്പോൾ IGSTയുടെ ക്രെഡിറ്റ് ആദ്യം നമ്മൾ IGST ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തു. എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപ സെറ്റ് ഓഫ് ചെയ്തു. ഇനി ബാക്കിയുണ്ടോ? ഉണ്ട്. അത് CQSന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇല്ലേ, ഇവിടെ CQSൻ്റെ എമൗണ്ട് എത്രയാണ്? അത് എഴുതാൻ മറന്നു. 6 ലക്ഷം, അതുപോലെ 6 ലക്ഷം. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 5 ലക്ഷം ഇല്ലേ? ഈ 5 ലക്ഷം രൂപ സിക്കും കൊടുക്കാം, എസിനും കൊടുക്കാം. ഇനി എനി പ്രപ്പോർഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പിണക്കാവാതിരിക്കാം, പകുതി കൊടുക്കാം. 2.5 ലക്ഷം വെച്ച് കൊടുക്കാം. 2.5 ഇവനും കൊടുത്ത് 2.5 ഇവനും കൊടുത്തു. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ടോട്ടൽ 10 ലക്ഷം രൂപ IGST ക്രെഡിറ്റ് എക്സോസ്റ്റ് ആയില്ലേ? നമ്മൾ ഫുള്ളി യൂസ് ചെയ്ത് കഴിഞ്ഞില്ല. 5 ഇവിടെ കൊടുത്തു, 2.5 ഇവിടെ കൊടുത്തു, 2.5 ഇവിടെ കൊടുത്തു. 10 ലക്ഷം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ IGST ലയബിലിറ്റി ഇപ്പോൾ നില്ലായി മാറി, 0 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? CGSTയിൽ ഇനിയും ബാക്കിയുണ്ട്. CGSTയിൽ എന്ത് ബാക്കിയുണ്ട്? CGSTയിൽ 6 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നു, 2.5 കൊടുത്തോളൂ. നമുക്ക് ഇനി ഇവിടെ എത്ര ബാക്കിയുണ്ട്? ഒരു 3.5 ലക്ഷം രൂപയോളം ബാക്കിയുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് ഒരു 3.5 ലക്ഷം രൂപ ബാക്കി. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ക്രെഡിറ്റ് എടുക്കാം. രണ്ടാമത്തെ പ്രിഫറൻസ് ഏതാ? ഓർഡറിലെ രണ്ടാമത്തെ പ്രിഫറൻസ് CGSTക്കാണ്. എത്ര രൂപയുണ്ട് CGST ക്രെഡിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്? 2 lakh rupees ആണ്. 2 lakh rupees. ആ 2 lakh rupees ആർക്ക് കൊടുക്കാം? ഇവിടെ കൊടുക്കാം. 2 lakh rupees അവന് കൊടുക്കാം. അപ്പോൾ ബാക്കി എത്ര രൂപ വരും? 6 - 2 4 - 2 2 പിന്നെ ഒരു 5 1.5 1,50,000 രൂപയാണ് CGST നമ്മളിനി ബാക്കി പേ ചെയ്യാനുള്ളത്. അതുപോലെ SGST ക്രെഡിറ്റ് നോക്കാം. ഞാൻ താഴെ കിടക്കുന്ന മാച്ചോളട്ടെ. ഓക്കെ, നോക്കിക്കോ. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? SGST എത്രയുണ്ട്? 2 ലക്ഷം രൂപ ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ലക്ഷം രൂപ ഇവിടുന്ന് കുറച്ച് കളയാം. 2 ലക്ഷം രൂപ ഇവിടുന്ന് കുറച്ച് കളഞ്ഞാൽ ഇവിടെയും ബാക്കി എത്ര രൂപ വരും? 1,50,000 വരും. 1,50,000. അപ്പോൾ നമ്മളിനി പേ ചെയ്യേണ്ടത് എത്രയാണ്? CGST ആയിട്ട് 1,50,000, SGST ആയിട്ട് 1,50,000 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പിടികിട്ടിയോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? വൺ സെക്. ഇല്ലടാ 6 - 2.5 - 2 1.5. കറക്റ്റാ. പിടികിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ പ്രോബ്ലം ചെയ്യണോ? വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ലീക്ക് ഒന്നുമില്ല കേട്ടോ, പക്ഷേ എക്സാമിന് ചോദിക്കും. നിങ്ങളുടെ ഞാൻ നോക്കട്ടെ, എൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു സെക്കൻഡ് നോക്കട്ടെ. എഴുതിക്കോ. നമുക്ക് എക്സിസ്റ്റിംഗ് നമ്മുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ ബാക്കിയുള്ള ITC ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കിയുള്ള ITC IGST ഉണ്ട്. നമ്മുടെ കയ്യിൽ ബാക്കി ഒരു 2 lakh rupees ഉണ്ട്. ഓക്കെ, CGST ഉണ്ട് ഒരു
7 lakh rupees. SGST ഉണ്ട് ഒരു 4 lakh rupees. UTGST ഉണ്ട് 3 lakh rupees. ഇത്ര ITC ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. എക്സാമിന് ക്വസ്റ്റൻ എങ്ങനെ ചോദിക്കുമെന്ന് അറിയാമോ? ഈ സാധനം അതുപോലെ തരും. ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ITC അതുപോലെ തരും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോംപ്ലിക്കേറ്റ് ആക്കണം പറഞ്ഞിട്ട് തരും. അത് രാമു ഒരു സ്ഥലത്ത് പോയി ഒരു ഗുഡ്സ് വാങ്ങി, ആ ഗുഡ്സിൻ്റെ വില ഇത്രയായിരുന്നു, ആ ഗുഡ്സിൻ്റെ വില ഇത്രയാണ് GST പെർസെൻറ്റേജ് വരിക. അപ്പോൾ നമ്മൾ C ആണോ S ആണോ I ആണോ എന്നൊക്കെയുള്ള ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, അതായത് എൻ്റെ കയ്യിൽ IGST ആയിട്ട് പേ ചെയ്യാനുള്ളത് ഒരു 3 lakh rupees ആണ്. IGST ആയിട്ട് പേ ചെയ്യാനുള്ളത് ഒരു 3 lakh rupees ആണ്. ഓക്കെ. CGST ആയിട്ട് ഞാൻ പേ ചെയ്യാനുള്ളത് ഒരു 5 lakh rupees ആണ്. ഓക്കെ. അടുത്ത SGST ആയിട്ട് പേ ചെയ്യാനുള്ളതൊരു 2 lakh rupees ആണ്. അതുപോലെ UTGST ആയിട്ട് പേ ചെയ്യാനുള്ളതൊരു 3 lakh rupees ആണ്. 3 lakh rupees. ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ വന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ടേബിൾ അങ്ങ് സെറ്റ് ചെയ്യണം. ഒരു ടേബിൾ നിങ്ങളങ്ങ് വരയ്ക്കണം. നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ ഇതാ വരച്ചു. ടേബിൾ വരച്ചതിന് ശേഷം 4 ഇവിടെ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മുടെ ITCയുടെ ഭാഗം, ഇത് നമ്മുടെ മറ്റേ സംഭവം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. നമ്മുടെ ഹെഡിങ് കൊടുക്കുക, ഇതിന് ITC കണ്ടുപിടിക്കാം. ഇനി ഇവിടെ എത്ര എണ്ണം വേണം? 1 2 3 4. ഓക്കെ അല്ലേ? ഇനി പേര് കൊടുക്കുക. ഇതെന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഓക്കെ. ഇവിടെ എന്ത് കൊടുക്കാം? അവൈലബിൾ ITC. ഇവിടെ എന്താണ്? IGST, CGST, SGST, UTGST. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇവിടെ എഴുതി വെച്ചോ. ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 3 5 2 3 അല്ലേ? അപ്പോൾ എഴുതാൻ പോകും നമ്മൾ 3 5 2 3. ഓക്കെ. ഇത്രയാണ് നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ളത്. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ITC അവൈലബിൾ ആയിട്ടുള്ള ആദ്യത്തെ ITC എടുക്കാൻ പോകുന്നത് ആരാണ്? IGST. എത്ര രൂപയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക. 2 lakh rupees ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 lakh. ടോട്ടൽ എത്രയുണ്ട്? 2 lakh. ശരി. നമ്മുടെ റൂൾ എന്താ? IGSTയുടെ ITC നമ്മൾ ആദ്യമേ IGSTക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ITC ആദ്യമേ IGSTക്ക് തന്നെ കൊടുത്തു. 2 lakh rupees മൊത്തം കൊടുത്തു തീർത്തു. സ്റ്റിൽ അവൻ എത്ര രൂപയുണ്ട്? 1 lakh rupees പേ ചെയ്യാനുണ്ട്. 1 lakh rupees പേ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മുടെ ITC തീർന്നില്ലേ? IGSTയുടെ ITC തീർന്നില്ലേ? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരും അറിയാണ്ട് പെൻസിൽ വെച്ചൊരു വരയും വരയ്ക്കണം. അത് കഴിഞ്ഞു. ഇനി CGSTയുടെ ITC നമുക്ക് എത്രയുണ്ട്? 7 ലക്ഷം രൂപയുണ്ട്. 7 ലക്ഷം. നമുക്കറിയാം CGST എടുത്തിട്ട് Cക്കും കൊടുക്കാം, Iക്കും കൊടുക്കാം. ഇനി ഏത് പ്രൊപ്പോഷനിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ശരി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത രണ്ടാമത്തെ സാധനം എടുക്കാം. CGST എത്രയുണ്ട്? 7 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് ബാക്കിയുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം 3 ലക്ഷമാണ് IGST വേണ്ടത്. 2 ഓൾറെഡി എക്സോസ്റ്റ് ആയി. ഇനി 1 ലക്ഷം കൂടി ഇവിടെ പെൻഡിംഗ് ഇല്ല. അപ്പോൾ 1 ലക്ഷം എടുത്ത് എവന് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 6 ലക്ഷമുണ്ട്. 6ൽ ഒരു 5 ലക്ഷം എടുത്ത് എവനും കൂടെ കൊടുക്കാം. പിടിയോ? നമ്മുടെ കയ്യിൽ മൊത്തം 7 ലക്ഷമുണ്ട്. 7 ലക്ഷത്തിന് 1 ലക്ഷം നമ്മൾ IGSTക്ക് കൊടുത്തു, 5 ലക്ഷം CGSTക്കും കൊടുത്തു. ഇനി പെൻഡിങ് ബാക്കി എത്രയുണ്ട്? 1 ലക്ഷമുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? എസിനും യുക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല, എസിനും യുക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് CGST ഒരിക്കലും SGST കൊടുക്കാൻ പറ്റില്ല, SGST ഒരിക്കലും CGST കൊടുക്കാൻ പറ്റില്ല. എസ് എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെ യുയും വരും. അവിടെ ആരും വരും? UGSTയും വരും. അപ്പോൾ CGST ക്രെഡിറ്റ് SGSTക്കും കൊടുക്കാൻ പാടില്ല, UTGSTയും കൊടുക്കാൻ പാടില്ല. അതുപോലെ SGST UTGST ക്രെഡിറ്റ് CGSTക്കും കൊടുക്കാൻ പാടില്ല. ഓക്കെ. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എത്ര ബാക്കിയിട്ടുണ്ട്? 1 ബാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത മാസത്തേക്ക് കൊണ്ടുപോകാന്നല്ലാണ്ട് വേറെ വഴിയില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? SGST എടുക്കാം. എത്ര രൂപ SGST ക്രെഡിറ്റ് നമ്മുടെ കയ്യിലുള്ളത്? 4 ലക്ഷമുണ്ട്. എത്രയാണ്? 4 ലക്ഷം. ഓക്കെ. 4 lakhs. ആ 4 lakhs എടുത്ത് ആർക്ക് കൊടുക്കാം? IGSTക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ IGSTക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, കംപ്ലീറ്റ്ലി എക്സോസ്റ്റ് ആയിപ്പോയി. 4 lakhs ഉണ്ട്. അതിൽ 2 lakhs മതി നമുക്കിവിടെ SGSTക്ക്. പരിപാടി കഴിഞ്ഞു. ഓക്കെ. UTGSTക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, UTGSTക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. UTGST അവിടെ നിന്നോട്ടെ, അത് സെപ്പറേറ്റ് ആണ്, വേറെ തന്നെ നോട്ടെ. ഇനി UTGST ക്രെഡിറ്റ് എത്രയുണ്ട്? നമ്മുടെ 3 lakh ഉണ്ട്. അപ്പോൾ അത് വെച്ച് എക്സോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എഴുതിക്കോ UTGST എത്രയുണ്ട്? 3 lakhs. ഇവിടെ എത്രയുണ്ട് പേ ചെയ്യാൻ? 3 lakhs ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതങ്ങ് എക്സോസ്റ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് കണക്കൂട്ടിയേ ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന്. നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇവിടെ എത്രയാണെന്ന് ക്യാൻസൽ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. ഓക്കെ. 2 കോളം. ഇതിൽ
ഈ കോളത്തിൻ്റെ പേര് ഫൈനൽ ടാക്സ് ലയബിലിറ്റി അല്ലേ. നമ്മുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? ടോട്ടലി 3 വേണമായിരുന്നു, 2ഉം 1ഉം പോയി. അപ്പോൾ ഇവിടെ നിൽ, 0 നിൽ. ഇവിടെ 5 വേണമായിരുന്നു, 5 പോയി, ഇവിടെയും 0. ഇവിടെ 2 വേണമായിരുന്നു, 2 പോയി, 0. ഇവിടെ 3 വേണമായിരുന്നു, 3 പോയി, ഇവിടെയും 0. ഓക്കെ അല്ലേ? സംശയമുണ്ടോ? ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ITC അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ITC അൺയൂട്ടിലൈസ്ഡ് അതും കൂടെ എഴുതണം. ഇനി എത്ര ITC ബാക്കി നിൽപ്പുണ്ടെന്നും കൂടി എഴുതണം. എത്ര ITC ബാക്കി നിൽപ്പുണ്ടെന്നും കൂടി നിങ്ങൾ എഴുതണം. IGST യുടെ ITCന് എത്ര ബാക്കി പോണ്ട്? 2 ഉണ്ടായിരുന്നു, 2 യൂട്ടിലൈസ് ചെയ്തു. ITC 0 ആണ്. അത് കഴിഞ്ഞിട്ട് CGST 7 ഉണ്ടായിരുന്നു, 7ൽ 1 കൊടുത്തു, 5 കൊടുത്തു, 6 പോയി. ബാക്കി എത്രയുണ്ട്? 1 lakh rupees ഉണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് കൊണ്ടുപോകും. SGST 4 ലക്ഷം ആയിരുന്നു, 2 ലക്ഷം കൊടുത്തു. അപ്പോൾ SDSTയുടെ ITC എത്ര ബാക്കിയുണ്ട്? 2 lakhs ഉണ്ട്. അത് നമ്മൾ അടുത്ത ഇയറിലേക്ക് അല്ലെങ്കിൽ അടുത്ത മന്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. UTGST 3 ആയിരുന്നു, 3ഉം പോയി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ UTGST 0 പിടി കിട്ടിയോ? മനസ്സിലായോ? ഇനി ഈ അൺയൂട്ടിലൈസ്ഡ് ITCയും കൂടി എഴുതി കഴിഞ്ഞാൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ചിലപ്പോൾ ഈ റൂൾസ് എല്ലാം പഠിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ യൂട്ടിലൈസേഷൻ ചെയ്യും, ഈ ഫൈനൽ എമൗണ്ട് എഴുതി വയ്ക്കും. പക്ഷേ ബാക്കി നിൽക്കുന്ന ITCയുടെ എമൗണ്ട് എഴുതില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ITC അൺയൂട്ടിലൈസ്ഡ് എത്ര അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ITC എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എത്രയാണെന്ന് എഴുതാൻ വേണം. എന്നിട്ട് ഒരു കാര്യം കൂടെ എഴുതണം, ദിസ് ITC ക്യാൻ ബി അവൈൽഡ് ടു ദ നെക്സ്റ്റ് ടാക്സ് പീരീഡ്. അവൈൽഡ് ഇൻ ദ നെക്സ്റ്റ് ടാക്സ് പീരീഡ്. അടുത്ത ടാക്സ് പീരീഡിൽ നമുക്കിത് എന്ത് ചെയ്യാം? അവൈൽ ചെയ്യാൻ പറ്റും എന്ന് പറയണം. കുറച്ചും കൂടി ഇപ്പോൾ ഒരു 16 മാർക്കിൻ്റെ ക്വസ്റ്റനിലൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. എന്താ? അൺയൂട്ടിലൈസ്ഡ് ITC ഇത്രയുണ്ട്. ഈ അൺയൂട്ടിലൈസ്ഡ് ITC ക്യാൻ ബി അവൈൽഡ് ടിൽ എന്ത്? ഏർലി ഓഫ് ദ ഫോളോയിങ്. ഒന്നാമത്തെ എന്താ? 31st March ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. ഇതിൽ വിച്ച് എവർ ഈസ് ഏർലിയർ, വിച്ച് ഇവൻ ഹാപ്പൻസ് ഏർലിയർ, അന്ന് വരെ നമുക്ക് ഈ അൺയൂട്ടിലൈസ്ഡ് ITC മുന്നോട്ട് കൊണ്ടുപോകാൻ എഴുതി വയ്ക്കാം. ഇങ്ങനെയൊക്കെയാണ് പ്രസൻറ്റേഷൻ ബെറ്റർ ആക്കാൻ പറ്റുക. ആക്കാനായിട്ട് പറ്റുക. ഓക്കെ അല്ലേ? മനസ്സിലായോ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മനസ്സിലായി? ഇത്ര ഐറ്റംസാണ് നിങ്ങൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നാളെ നമ്മൾ ഒരൊറ്റ ഐറ്റം ആയിരിക്കും പഠിക്കാം, ഒരൊറ്റ ചെറിയ സാധനമായിരിക്കും പഠിക്കാം. അതെല്ലാം അടിപൊളി സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സെക്ഷൻ ഏതാ? സെക്ഷൻ 16 മാത്രമാണ് പഠിച്ചത്. എന്താ നമ്മൾ പഠിച്ച സെക്ഷൻ 16? ആദ്യമേ കുറേ ഡെഫിനേഷൻസ് പഠിച്ചു, ഒരു കാര്യമില്ല. പിന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പഠിച്ചു, സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു, 36 കുറച്ച് റൂൾസ് പഠിക്കേണ്ടായിരുന്നു, അത് പഠിച്ചു. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഈ 36 തന്നെ ക്ലോസ് ABCD എന്ന് പറഞ്ഞ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു, ആ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? പിന്നെ സെക്ഷൻ 16 സബ്സെക്ഷൻ 3 പഠിച്ചു, സെക്ഷൻ 16 സബ്സെക്ഷൻ 4 പഠിച്ചു. അപ്പോൾ സെക്ഷൻ 16 കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് മേലോട്ട് നോക്കി, നമ്മൾ പഠിക്കാൻ വെച്ചിരുന്ന ടാർഗറ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ സാധനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇനി രണ്ടാമത് നാളെ പഠിക്കാൻ പാടെന്ന് പറയുമ്പോൾ ഇതിൽ ബ്ലോക്ക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടോ? ഇത് മാത്രം നമ്മൾ നാളെ പഠിക്കും. പഠിക്കാം, പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇതിനകത്ത് വലിയ എക്സാമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഈ അപ്പോർഷൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ബാക്കി വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.